السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله كل يوم هو في شأن. لا إله إلا الله الأمان الأمان. من زوال الإيمان ومن ظلم السلطان ومن ظلم السلطان ومن ظلم السلطان ومن شر الشيطان. يا قديم الإحسان. يا غفور يا غفار. പാടിപ്പറഞ്ഞാൽ തീരുകില്ല ദീർഘം പരനെ അതല്ലേ നിന്റെ പുണ്യ സ്വർഗം. തന്നില്ല റബ്ബേ കാണുവാനാ വീട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസ് താ മന്നാനേ. അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. ആരോഗ്യമേറ്റി തരണമേ നീ മന്നവാ. പറയല്ല നീ എന്നോട് പോടാ പിന്നവാ. വന്നെത്തി ഞങ്ങൾ പല വീട്ടിൽ നിന്നും ദുആഇനായി നൽകിടണേ ഞങ്ങളിൽ നീ അത് മഖ്ബൂലദാ. സ്തുതികളകിലവും നിനക്കാണു തമ്പുരാനേ. സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ താരാപദങ്ങളെ മാമലകളെ സമതലങ്ങളെ ആറുകളെ പുഴകളെ ജലാശയങ്ങളെ ഈ ബ്രഹ്മാണ്ട കടാഹത്തെ പടച്ച റബ്ബേ. അത്തഹിയാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്.
ഞങ്ങളുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരനെ, കരളിന്റെ കൃഷ്ണമേ, 7200 മൈലുകൾക്കപ്പുറം പുണ്യമദീന മലർവാടിയിൽ ഈ രാത്രിയിലും മസ്ജിദുൻ നബവിയുടെ വലത്ത് കിഴക്കേ മൂലയിലെ ഖുബ്ബത്തുൽ ഖൽറാ ഹരിതമിനാരത്തിന് താഴെ സദസ് കാണുന്ന കരളിന്റെ കൃഷ്ണമേ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവേ, പുണ്യനബിയുടെ മേൽ നിന്റെ കൃപാ കടാക്ഷങ്ങൾ ഓശാരമായി ചൊരിയണമേ തമ്പുരാനെ. അഭിവന്ദരായ ഈ മഹല്ല് ജമാഅത്തിന്റെ പ്രഗത്ഭനായ ഇമാം, വളരെ മനോഹരമായി ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന സൈനുൽ ആബിദീൻ ഉദവി ഉസ്താദ് അവർകളെ, BP അങ്ങാടി മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റ്, ഇവിടെ അധ്യക്ഷം വഹിക്കുന്ന അഭിവന്ദരായ ഹാജി കെ മുഹമ്മദ് കുട്ടി മാസ്റ്റർ അവർകളെ, പരിപാടിയുടെ ചെയർമാൻ PP ബാവ ഹാജി അവർകളെ, ഈ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ PK സുലൈമാൻ മുസ്ലിയാർ അവർകളെ, ബഹുമാനരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഓൺലൈനിൽ ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ സഹോദരന്മാരെ, അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെല്ലാം മുസ്ലിങ്ങളാണ്. ഹിദായത്ത് ലഭിച്ചു, ബാപ്പ മുസ്ലിമായി, ഉമ്മ മുസ്ലിമായി. നമ്മളൊന്നും ചെയ്യാതെ നമ്മുടേതല്ലാത്ത കാരണത്താൽ നമ്മൾ മുസ്ലിമായി ജീവിച്ചു, അല്ലെങ്കിൽ ജനിച്ചു. മുസ്ലിമായി ജീവിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മുസ്ലിമായി ജീവിക്കാൻ പേരുണ്ടായാൽ തന്നെ ധാരാളമാണ്. അവൻ നിസ്കരിച്ചിട്ടില്ലെങ്കിലും BP അങ്ങാടി പള്ളി കമ്മിറ്റിയുടെ ഖബർസ്ഥാനിൽ ഒരിടം നൽകുന്നതിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാകില്ല. അവനൊരു കല്യാണം കഴിക്കണമെങ്കിൽ അവൻ നിസ്കരിക്കാത്തവനാണ് എന്നതിൻ്റെ പേരിൽ ആരെങ്കിലും അവന്റെ നിക്കാഹിന് തടസ്സം നിൽക്കുകയോ അവന്റെ കല്യാണത്തെ ബഹിഷ്കരിക്കുകയോ ചെയ്യുകയില്ല. മുസ്ലിമായ ഒരു മനുഷ്യൻ കള്ളു കുടിച്ചു എന്നതുകൊണ്ട് ഈ പറഞ്ഞ ബഹിഷ്കരണങ്ങളോ അവനോട് മിണ്ടാതിരിക്കുകയോ ഒന്നും പൊതുവിലാരും ചെയ്യില്ല. ഞാൻ പറയുന്ന മുസ്ലിം നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള മുസ്ലിമിനെ കുറിച്ചാണ്, ഇസ്ലാമിലെ മുസ്ലിമിനെ കുറിച്ചല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ ലോകത്തെ എവിടെയാണെങ്കിലും മുസ്ലിം എന്ന പേരിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ചില ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ സംശയിച്ചു പോയതിന്റെ പേരിൽ ഇത്തരം നാമധാരികൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നത് ഞാൻ മറക്കുന്നില്ല. ഇപ്പൊ കമൽ എന്ന് പറയുന്ന സിനിമാ സംവിധായകനെതിരെ രാജ്യത്തെ ചില ആളുകൾ അല്ലെങ്കിൽ സംഘടനകൾ ബഹിഷ്കരണം നടത്തി, അല്ലെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറഞ്ഞത് കമലിലെ യഥാർത്ഥ ഇസ്ലാമിനെ കണ്ടിട്ടൊന്നുമില്ല. കമൽ ഒരു മുസ്ലിമിന്റെ പ്രതീകമായ നാമമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ബോളിവുഡിലെ സിനിമാ നടനായ ഷാരൂഖ് ഖാനെ ഏതെങ്കിലും അമേരിക്കൻ എയർപോർട്ടിൽ വെച്ച് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഷാരൂഖ് ഖാൻ മുത്തഖിയായ ഒരു മുസ്ലിം ആയതിന്റെ പേരിലൊന്നുമല്ല, അയാളുടെ പേരിൽ ഒരു മുസ്ലിം പ്രതീകമുണ്ട് എന്നതിന്റെ പേരിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം ആകാൻ വലിയ പണിയൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ മുസ്ലിം എന്നുള്ളത് മുഅ്മിനാകണം എന്നുള്ളതാണ്, അല്ലേ? മുസ്ലിം മുഅ്മിനാകണം, മുഅ്മിൻ മുത്തഖിയാകണം, മുത്തഖി മുഹിബ്ബാകണം, മുഹിബ്ബ് ഓട്ടോമാറ്റിക്കലി മുഹ്സിനാകും, മുഹ്സിൻ മുത്മഇന്ന എന്ന് പറയുന്ന ഒരു പദവിയിലെത്തും. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്
യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. അല്ലാഹു ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിനെ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിന്റെ ഈ പദവികളുടെ സമ്പൂർണതയിൽ ഒരു മനുഷ്യൻ എത്തിപ്പെടുന്നു. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. മരിച്ചു പോകുമ്പോ എല്ലീയിലേക്ക് അത്തറ് പുരട്ടി നമ്മുടെ റൂഹിനെ കൊണ്ടുപോകുമ്പോ പറയും, കടന്നു വരൂ ആത്മാവേ, ശാന്തമായ ആത്മാവേ, എല്ലീയിലേക്ക് വരൂ എന്ന് പറഞ്ഞു സ്വാഗതം ചെയ്യും സപ്താകാശങ്ങളിൽ മുഴുവൻ. നമ്മൾ മുസ്ലിങ്ങളാണ്, മുഅ്മിനായ മുസ്ലിമായി മാറണം. മുഅ്മിനാകണമെങ്കിൽ എന്താകേണ്ടി വരും? അല്ലാഹുവിന്റെ ദീൻ നമ്മോട് പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അമല് ചെയ്യുകയും ചെയ്യണം. ഈമാനും അഹ്മാലും ഉള്ളപ്പോഴാണ് ഒരാൾ മുഅ്മിനാവുകയുള്ളൂ. അമലില്ലാതെ ഈമാന് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം എന്ന പേര് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുകും അലാ തിജാറ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ ഒരു കച്ചവടത്തെക്കുറിച്ച്. എല്ലാവരും കച്ചവടത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിൽ ഒട്ടകത്തിന്റെ മൂക്ക് കയറ് പിടിച്ച് കുറച്ച് ശബ്ദം കൂടി കുറച്ചാണ്. ബോക്സിൽ വേണമെങ്കിൽ കുറച്ച്, ഈ മോണിറ്ററിൽ വർക്ക് ചെയ്യണില്ല. ചിലപ്പോൾ എനിക്കധികം ശബ്ദമിട്ട് പ്രസംഗിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. ബോക്സിൽ അത്ര ശബ്ദമൊന്നും വേണ്ട, ആളുകൾ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. മോണിറ്റർ വർക്ക് ചെയ്യണില്ല. അറബിയയിൽ ഒട്ടകത്തിന്റെ മൂക്ക് കയറ് പിടിച്ച് ഷാമിലേക്കും യമനിലേക്കും കച്ചവട സംഘങ്ങളായി പോയിരുന്ന കച്ചവട താല്പര്യമുള്ള ഒരു വിഭാഗത്തോടാണ് ഖുർആനിന്റെ ഈ അഭിസംബോധന. 14 നൂറ്റാണ്ട് കഴിഞ്ഞ് ജീവിതം മുഴുവൻ കച്ചവട താല്പര്യമുള്ള ഒരു ജനതയിൽ ഇപ്പോഴും ഇത് പ്രസക്തമാ. മതം കച്ചവടമായ ലോകത്താ, ആത്മീയത വിപണന സാധ്യതയുള്ള ലോകത്താ, രാഷ്ട്രീയം കച്ചവടമായ ലോകത്താ, സ്പോർട്സ് കച്ചവടമായ ലോകത്താ, ബന്ധങ്ങളും സ്നേഹങ്ങളും വിപണി സാധ്യതയുള്ള കച്ചവട വസ്തുക്കളായി, ചരക്കുകളായി കാണുന്ന ലോകത്താ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ചോദ്യം, ഞാൻ നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കുന്ന, ലാഭം ലഭിക്കുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ലാഭം പ്രദാനം ചെയ്യുമാറാകട്ടെ. മതം ഇന്ന് കച്ചവടമായിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ വിശദീകരിക്കേണ്ടാവാത്ത വിധം ആത്മീയത കച്ചവടമല്ലേ? പള്ളിക്കാവിലെ ആശ്രമമുറ്റത്ത് ക്യൂ നിൽക്കാൻ പോകുന്ന മുസ്ലിം പെണ്ണുങ്ങളുണ്ട്. മതാമൃതാനന്ദമയിയുടെ മതവിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന രാജ്യത്ത് ആർക്കും എന്തും പ്രവർത്തിക്കാനും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ആചരിക്കാനും ഇന്ത്യയുടെ ഭരണഘടന അനുവാദം നൽകുമ്പോൾ മതാമൃതാനന്ദമയിക്ക് അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷെ കൊല്ലത്തെ വള്ളിക്കാവിലെ ആശ്രമമുറ്റത്ത് പർദ്ദയിട്ട എത്രയെത്ര പെണ്ണുങ്ങളാ ക്യൂ നിൽക്കുകയാണ് അല്ലേ? എന്റെ തൃശൂർ ജില്ലയിലെ കാഞ്ഞാണിക്കപ്പുറം ഒരു പ്രദേശമുണ്ട്, വിഷ്ണുമായ ചാത്തൻ സേവാ മഠം. ഞാനിത് വെറുതെ പറയുകയല്ല. അതിന്റെ ഉള്ളില് എത്രയോ ആളുകൾ, മുസ്ലിങ്ങളായ പെണ്ണുങ്ങൾ പർദ്ദ ധരിച്ചുപോയി. അരയിൽ ഞാണുകെട്ടിയ വിഷ്ണുമായിയുടെ അവതാരമെന്ന് പറയുന്ന ഒരാൾ അവിടെ കൊന്നു ഇരുന്ന് വിറകൊള്ളുമ്പോൾ, നമ്മൾ പരാതി പറയുമ്പോൾ
പരാതി പറയുന്നയാൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ, അസ്പൃശ്യമായ എന്തൊക്കെയോ ഭാഷയിൽ മറുപടി പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മൗജൂദു ബികുല്ലി സമാൻ എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ എങ്ങനെയാണ് ചാത്തൻ സേവാ മഠത്തിൽ പോയി നിൽക്കുക? പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് അവസാനം വരെ കേൾക്കുന്നുണ്ട്. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, സുന്നികളായ നമ്മൾ ഒരിക്കലും ശിർക്കിനെ കുറിച്ച് സംസാരിക്കില്ല. എന്താ എനിക്ക് എത്ര ആലോചിച്ച് ഉത്തരം കിട്ടാത്താണ്. നമ്മൾ എപ്പോഴെങ്കിലും ശിർക്കിനെ കുറിച്ച് സംസാരം വല്ല സംവാദം നടത്താന്നല്ലാതെ നിങ്ങൾ ശിർക്കിലേക്ക് പോകരുതേ എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കില്ല. ഇവിടുത്തെ മുജാഹിദീങ്ങളും ജമാഅത്തും ഒരിക്കലും ഹുബ്ബുൻ നബി സംസാരിക്കുകയില്ല. എന്താ കാര്യം? അത് അവരുടെ താല്പര്യം. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അത്തരം ആളുകൾ നമ്മുടെ സദസ്സിൽ പേര് പരാമർശിക്കുന്നത് പോലും ഒരു ബർക്കത്തിനെതിരായി പോകും. പിന്നെ ഇപ്പോൾ സൂറത്തുൽ അംഫാലിൽ ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഹുബ്ബുൻ നബി, നബിയെ കുറിച്ചൊരു നല്ല വർത്താനം, ഒരു മൗലൂദ് ഓതിയ, അതൊക്കെ അവർക്ക് വല്ല ശൈത്താന് കുന്തിരിക്കം പോയിപ്പിച്ച മൈരി. മോമിനുകൾ, നമ്മളെന്താ ഈ ശിർക്കിനെ കുറിച്ച് നമ്മൾ പറയണ്ടേ? സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ പൂരം നടത്തലും ശിർക്കിയിലൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ളത് മാത്രം പറയാനൊന്നും എന്നെ വിളിക്കേണ്ട കാര്യമില്ല. രണ്ടാമത് വിളിക്കണമെന്ന് എനിക്ക് ഉറപ്പില്ല, അല്ല ആവശ്യമില്ല. ഞാൻ വരുന്നത് മണത്തലേന്നാ. മണത്തയിൽ വമ്പം പൂരം നടക്കുന്ന നാടാണ്. ഹിന്ദുക്കൾ പൂരം നടത്തുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മുസ്ലിങ്ങൾ ഐദ്രോസ് മുട്ടി മൂപ്പന്റെ പേരിൽ പൂരം നടത്തുന്നുണ്ട്. അട്ടേക്കാട് പൂരം നടക്കുന്നുണ്ട്. ഇന്ന് 15 ആനകളുമായി വെമ്മേനടുത്ത ചെന്തരത്തിയിൽ മഹാനായ ഒരു വലിയന്റെ പേരിൽ പൂരം നടത്തുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ അതേ യാത്ര ചെയ്യാന്നല്ലാതെ ഇവിടെ ആദ്യമായിട്ട് ഞാൻ പ്രസംഗിക്കും. ഇവിടെ മദ്രസയിൽ റമദാൻ വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ അവിടെ ഒരു മക്ബർ ഉണ്ടല്ലേ, അല്ലേ? ഉണ്ടല്ലേ? യാഹൂത്തങ്ങൾ എന്നൊരു മഹാൻ. അള്ളാഹു വരും അത് നമുക്ക് നൽകുമാറാകട്ടെ. ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. അവരെ ആത്മീയമായി അംഗീകരിക്കുന്ന ഒരാൾ അതിന് നിൽക്കില്ല. ഇതൊരു ബിസിനസ്സാണ്. പട്ടാമ്പി പൂരം നടത്തുന്ന ആരാണ്? ഹിന്ദുക്കളൊക്കെ കൂടിയിട്ടാണ്. പോട്ടെ, എന്റെ വിഷയം അതല്ല. ഞാൻ പറയുന്നത് എല്ലാം കച്ചവടമാണ്. നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ശ്രീ ശ്രീ രവിശങ്കറിന്റെ അടുത്ത് പോയി ശാന്തി തേടുകയാ. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്നില്ല, കാരണം അദ്ദേഹം ഒരു ഹിന്ദുവാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ശക്തിയില്ലെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമെ നമ്മൾ എങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പോവുക? ആരാണ് ആ മാണിക്കക്കല്ലെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം ദി കോമൺ ത്രെഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. അദ്ദേഹം എഴുതിയതുണ്ട്. എന്റെ കയ്യിലുണ്ട് ആ പുസ്തകം. ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം ദി കോമൺ ത്രെഡ്. നിങ്ങൾക്ക് കേൾക്കണം എന്താണ് അദ്ദേഹം പറയുന്നത്? നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ കൊടുങ്ങല്ലൂരിൽ, കോഴിക്കോട്ട്, തിരൂരുണ്ടോന്ന് എനിക്കറിയില്ല, അയാളുടെ ശ്വസന കേന്ദ്രങ്ങളിൽ പോയി ശാന്തി തേടുകയാ, സമാധാനം തേടുകയാ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി മഹാൻ ദിക്റുൽ അൻഫാസ് എന്ന അനർഗളമായ ശാന്തിയുടെ മനോഹരമായ ദിക്ർ പഠിപ്പിച്ചപ്പോൾ ജമാഅത്തുകാരാ, നദുവത്തുകാരാ, നീ അത് ശിർക്കാക്കി അല്ലേ? അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളെ ശിർക്ക് ആരോപിച്ചു. ഇന്ന് ചെറുപ്പക്കാർക്ക് ശാന്തിയില്ല, സമാധാനമില്ല. നീ പഠിപ്പിക്കുന്ന മതം ഊശ്വരമായ ഒരു മരുഭൂമി പോലെയുള്ള മതമാണ്. നീ ഒരിക്കലും ആത്മീയതയെ കുറിച്ച് സംസാരിക്കില്ല. കാരണം നീ അതൊക്കെ പറഞ്ഞാൽ നിന്റെ സംഘടന പിരിച്ചുവിടേണ്ടി വരും. എന്തുകൊണ്ടോ സഹോദരന്മാരെ, അയാളുടെ ശ്വസന കേന്ദ്രങ്ങളിൽ പോയി ശാന്തിയുടെ മനോഹരമായ ഒരവസ്ഥയിൽ അവർ ലയിച്ചു പോകുമ്പോ കടുത്ത ശിർക്കാണ് ചെയ്യുന്നത്. എല്ലാ മതങ്ങളും ഒന്നാണെന്ന ധാരയിലേക്കാണ് അയാൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. ദീനേ ഇലാഹി എന്ന മതം കൊണ്ടുവന്ന അക്ബറിനെ പോലെയുള്ള ഒരു സിദ്ധാന്തമാണ് ഡബിൾ ശ്രീ രവിശങ്കർ നടത്തുന്നത്. ഞാൻ അയാളെ അല്ല പറയുന്നത്, മുസ്ലിമേ, നമ്മുടെ കുട്ടികൾ പോകുന്നു. എന്നിട്ട് അദ്ദേഹം പറയാ, ഹിന്ദു മതവും ഇസ്ലാം മതവും ഏകധാരയാണ്, ഒന്നാണ്. കഅബ ദേവാലയത്തിന്റെ ചിത്രം കൊടുത്തു പുസ്തകത്തിൽ. ഇന്ന അവ്വല ബൈത്ത്
وضع للناس للذي ببكة مباركا. ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി നിർമ്മിച്ച ഭവനമാണ് കഅബ എന്ന് അല്ലാഹു പറഞ്ഞ കഅബ ദേവാലയത്തിന്റെ ചിത്രം കൊടുത്തിട്ട് അയാൾ എഴുതുകയാണ്, ഗാബ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, ഹൈന്ദവ ചക്രവർത്തി അറേബ്യൻ ഉപദ്വീപ് ഭരിച്ചിട്ടുണ്ട് മുമ്പേ. ആ പേര് ലോപിച്ചാണ്, ഗാബ ലോപിച്ചാണ് കഅബ എന്നായത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആര്? 142 ലോകരാഷ്ട്രങ്ങളിൽ അനുയായികളുള്ള സ്നേഹത്തിന്റെ പ്രവാചകനാണെന്ന് വാഴ്ത്തപ്പെടുന്ന, അതേ സർവമത സത്യവാദം പ്രചരിപ്പിക്കുന്ന രവിശങ്കർ അതാണ് എഴുതി തീർന്നിട്ടില്ല. ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു സ്വർഗശിലയുണ്ട് അവിടെ, സ്വർഗത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്വർഗശില ഹജറുൽ അസ്വദ്. അതിന് അടിക്കുറിപ്പ് കൊടുത്തത് എന്താണെന്നറിയോ? ഇത് ശിവലിംഗമാ, ഇത് ശിവലിംഗമാണ്. RSSകാർ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല, ശിവസേനക്കാരും BJPക്കാരും അങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല. രവിശങ്കർ പറയാ ഇറ്റ്സ് എ ചലഞ്ച്. അങ്ങനെ ഒരു പുസ്തകം അദ്ദേഹത്തിനുണ്ട്, ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം ദ കോമൺ ത്രെഡ്. ശിവലിംഗം എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലേ? ശിവന്റെ തക്കറാണ് എന്ന് നീ ഒന്നുകൂടി മലയാളാക്കാൻ എനിക്ക് പറ്റൂല. ഹജറുൽ അസ്വദ് അങ്ങനെ RSSകാർ പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ശാന്തി തേടാൻ വേണ്ടിയിട്ട് തിരൂരുണ്ടോ എനിക്കറിയില്ല, തിരൂരുണ്ടോ ഇല്ലേ? എന്നാ വരും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കൊടുങ്ങല്ലൂരിലൊക്കെ ഉണ്ട്. നമ്മുടെ ആത്മീയമായ മാർഗങ്ങളൊക്കെ വിട്ട് നമ്മുടെ ചെറുപ്പക്കാർ ശാന്തി തേടുകയാണ്. സംഗതി ഒരു ശാന്തിയൊക്കെ കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. നമ്മൾ പഠിപ്പിച്ചതല്ലേ ഇത്? അങ്ങനെ ആത്മീയത കച്ചവടമായ ലോകത്ത്, സ്പോർട്സ് പോലും കച്ചവടമായ ലോകത്ത്, ഖുർആനിന്റെ ചോദ്യം, സ്പോർട്സ് കച്ചവടമല്ലേ? നമ്മുടെ വിഷയം അതല്ല. ഞാൻ ഈ കച്ചവടത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പറയാം. ഇനിയിപ്പോ മുസ്ലിങ്ങളെ പറഞ്ഞില്ല എന്ന് വേണ്ട, നമ്മുടെ ആൾക്കാരും കച്ചവടമാക്കുന്നുണ്ട്. യഥാർത്ഥ ആത്മീയതയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വിപണി സാധ്യതയുള്ള കച്ചവട താല്പര്യമുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും വിപണി സാധ്യതയുള്ളതാക്കി മാറ്റിയ നെറികേടിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പൊ ഖുർആൻ പറയാ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ലാഭകരമായ കച്ചവടം. അത് സ്പോർട്സ് അല്ല, അത് രാഷ്ട്രീയമല്ല. പിന്നെ എന്താ? തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടമാണത്. ഈ കച്ചവടങ്ങളൊക്കെ നാളെ പരലോകത്ത് നിങ്ങളെ വേദനിപ്പിക്കും. അതെ, ബന്ധങ്ങൾ പോലും കച്ചവടമാണ്, സ്നേഹം പോലും കച്ചവടമാണ്. ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ പോലും ലാഭം എന്തെങ്കിലും കിട്ടുമോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്, അല്ലേ? കല്യാണത്തിന് പോകണം, എന്താ നമ്മൾ പറയാ? ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കൽ സുന്നത്ത. നമ്മളെന്താ പറയാ? ഇന്ന് മറ്റേ കല്യാണം കേട്ടോ, സമയമില്ല. പക്ഷെ എങ്ങനെ പോകാതിരിക്കുക എന്നുള്ള വാക്കുകൊണ്ട് തന്നെ കൂലി പോയി, ചാപ്പാട് കിട്ടും, അവർക്ക് കൂലി പോയി. ബോധ്യപ്പെടുത്തലുകളാണ് ബന്ധങ്ങൾ പോലും, അല്ലേ? ലാഭല്ല. ഒരാൾ മരിച്ചു, നമ്മുടെ ഡയലോഗ് എന്താണ്? ഭയങ്കര തിരക്കാ, പക്ഷെ എങ്ങനെ പോകാതിരിക്കുക എന്ന് പറഞ്ഞതോടുകൂടി അവിടെ പോയ കൂലി പോയി. കാരണം ഇന്നമലഅമാലു ബിന്നിയ്യാത്താണ്. അപ്പൊ നമ്മുടെ ബന്ധങ്ങളിൽ പോലും ഒരു കാട്ടിക്കൂട്ടൽ വന്നിട്ടുണ്ട്. ഞാൻ അയാളോട് ചിരിച്ചില്ലെങ്കിൽ അയാൾ എന്നെ എങ്ങനെ കരുതുക? അപ്പൊ തന്നെ ആ ചിരി ബാത്തിലായി. ഇസ്ലാം വളരെ ഹൃദയപരമായ മതമാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, ഹൃദയം നന്നാക്കേണ്ട മതമാണ്. നമ്മൾ ഭയങ്കര ഏറുപിടിക്കുകയാണ് മുഅ്മിനീങ്ങളെ. ബന്ധത്തിലൊന്നൊരു ഊഷ്മളതയുന്നില്ല, ഊഷ്മളമായ ബന്ധങ്ങളില്ല. എല്ലാം ലാഭം കിട്ടുമോ എന്ന കരുതിയിട്ടാണ്. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള സ്നേഹത്തിൽ വരെ ഈ അർത്ഥത്തിലുള്ള ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലേ? പറഞ്ഞ വിഷയം അങ്ങനെ ഒരുവിധം അങ്ങോട്ട് മാറിപ്പോകും. എല്ലാ ബന്ധങ്ങളും കാപഢ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്
കുടുംബ ബന്ധങ്ങൾ അറ്റുപോകുന്ന ഒരു കാലത്ത് ലാഭം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ഒരാള് എന്താ വിശേഷം എന്ന് കണ്ടാൽ നമ്മള് വളരെ ഔപചാരികമായി ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുട്ട് വിശേഷം? നമ്മൾ തൃശ്ശൂരിലൊക്കെ ചോദിക്കണം എന്തുട്ട് വിശേഷം, ഇവിടെ ചോദിക്കില്ല എന്താ എന്റെ വിശേഷം എന്ന് ചോദിക്കൂലേ. ഉടനെ നമ്മൾ പറയുന്ന മറുപടി എന്താണ്? എന്ത് വിശേഷം. കണ്ട, നെഗറ്റീവാണ് നമ്മുടെ വാക്കുന്നത്. കാരണം ഇയാൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ എന്നാണ്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എന്ന് നമ്മൾ പറയില്ല. നമ്മൾ അറബികളെ എല്ലാ കാര്യത്തിലും കുറ്റപ്പെടുത്തും. പക്ഷെ അറബികളെയും ഇംഗ്ലീഷുകാരെയും കുറെ കാര്യത്തിൽ മാതൃകയാക്കണം. വാപ്പ മരിച്ചു കിടക്കുമ്പോൾ ഒരാൾ ചോദിച്ചു കൈഫ് ഹാലക്, അൽഹംദുലില്ലാ കോയിസ്, നല്ല സുഖാണ് എന്നാ വാപ്പ മരിച്ചാലും പറയാം. നമ്മളിഞ്ഞ് സ്വർഗത്തിന് ഇറങ്ങി വന്നാൽ എന്താ വിശേഷം? എന്റെ വിശേഷം, കുട്ടി വീണ് അവളുടെ തണ്ടൽ ഒടിഞ്ഞു, ഭാര്യക്ക് ഡിസ്കിന് കംപ്ലൈന്റ്, വല്യമ്മക്ക് വയറ്റും നോക്കാം, വല്യാപ്പ പ്രസവിച്ച് കിടക്കുക. അങ്ങനെ ഒരു 100,000 പരാതി ചോദിച്ചവനോട് നമ്മൾ അങ്ങോട്ട് അലക്കും. പിന്നെ ചോദിച്ചവനോട് ചോദിക്കേണ്ടതില്ല എന്ന് കരുതും. എന്തിനാണ് ഈ നെഗറ്റീവ് പറയുന്നതെന്ന് അറിയോ? എന്തെങ്കിലും ഒരു സംതിങ് അയാൾ കടം ചോദിക്കുമെന്ന് കരുതിയിട്ട. സത്യമായിട്ടും അത്. കാരണം അത് നഷ്ടമാണ് നമുക്ക്. അല്ല, നിങ്ങൾ വെറുതെ മനസ്സുകൊണ്ട് ആലോചിച്ചു, അങ്ങനെ തന്നെയല്ലേ? ഒന്ന് മനോഹരമായി പുഞ്ചിരി ആരാധനയാണെന്ന് ത്വഹ റസൂലുള്ളാഹി. ഞാൻ ഒരു വിശേഷം ചോദിച്ചാൽ അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര സുഖാന്ന് തോന്നുന്നു. നിങ്ങളെ നേരം വെളുത്ത നിങ്ങൾ പറയണം, നാളെ മുതൽ പറയണം. ഒന്ന് ഇൻഷാ അല്ലാഹ് പറയണേ എല്ലാവരും. അതിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നു. ഞാനിപ്പോ ലൈവായി കാണിച്ചു തരാം. കുപ്പി ഗ്ലാസിന്റെ കൂടെ ഇല്ലല്ലേ, ഞാൻ വേണി ഡെമോ കാണിച്ചു തരാം. എനിക്ക് മാജിക് കുറച്ചറിയാം. നല്ല കുപ്പി ഗ്ലാസ് ഉണ്ടെങ്കിൽ ഒരു മാജിക് കാണിക്കാച്ചിട്ട് നമ്മൾ മാറ്റണം. നമ്മൾ കുപ്പി ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ സമയമില്ല. അപ്പൊ അല്ല പറയുകയാണ്, ബന്ധങ്ങൾ കച്ചവടമായ ലോകമേ, സകലത്തിലും ലാഭം കാണുന്ന ലോകമേ, ഞാൻ നിങ്ങൾക്ക് ലാഭകരമായ കച്ചവടം അറിയിച്ചു തരാ. തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമാ, വറസൂലിഹി, അല്ലാഹുവിന്റെ പ്രവാചകനെ കൊണ്ടുള്ള വിശ്വാസമാ, വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യലാ, ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും, ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഖൈറാ. ഈ 3 കാര്യങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ഖൈറ്. തുഅ്മിനൂന ബില്ലാഹിയാണ്, വറസൂലിഹിയാണ്, വതുജാഹിദൂന ഫീ സബീലില്ലാഹ്. ഇത് 3മാണ്. എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ലാഭം എന്താണെന്നറിയുമോ? ഏത് കച്ചവടത്തിനും ലാഭമില്ലേ? യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു പുറത്തു തരുന്നതാണ്, തീരുന്നില്ല. വയുദ്ഖിൽക്കും, നിങ്ങളെ അല്ലാഹു പ്രവേശിപ്പിക്കുന്നതാണ് ജന്നാത്ത്, സ്വർഗീയ ആരാമങ്ങളിലെ, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ കുണുങ്ങിയൊഴുകുന്ന, അതേ ആരവം മുഴക്കി ഒഴുകുന്ന മണിമുത്ത് പവിഴജലമുള്ള സ്വർഗീയ ആരാമങ്ങളിൽ അല്ല നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാണ്. ദാലിക്കൽ ഫൗസുൽ അലീം, ഉന്നതമായ വിജയമതാണ് കേട്ടോ. ഇത് സ്വർഗത്തിൽ നാളെ ലഭിക്കാൻ പോകുന്ന ആഖിറത്തിന്റെ പ്രതിഫലമാണെങ്കിൽ മുസ്ലിമേ, നമുക്ക് ആഖിറം മാത്രം പോരാ, ദുനിയാവിൽ രക്ഷ വേണം, പ്രതിസന്ധികളിൽ സഹായം വേണം. അല്ല പറയുകയാണ്, വൗഖറാ തുഹിബ്ബൂനഹാ നസ്റും മിനല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ നിന്നുള്ള സഹായങ്ങൾ അല്ല നിങ്ങൾക്ക് നൽകും പൊന്നുമോനെ. ബദറിന്റെ പോർക്കളത്തില് 1000-ഓളം വരുന്ന സേന അറബിക്കടലിന്റെ തിരമാലകളെ പോലെ ആർത്തലച്ച് കടന്നു വരുമ്പോ
പൊട്ടിയ വാളുകളുമായി നൊണ്ടി നടക്കുന്ന 4-5 കുതിരകളുമായി നടന്ന് കാലുകളിൽ പുളകനുണ്ടായ റമളാനിൽ പട്ടിണി കിടന്ന് പാവങ്ങളായ സഹാബത്ത് എന്തുകൊണ്ടാണ് ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിജയം വരിച്ചത്? തുഹിബ്ബൂന നസ്റും മിനല്ലാഹ് വഫത്ഹുൻ ഖരീബ്. ഇതൊക്കെ നമുക്ക് വയല് പറയാൻ മാത്രമല്ലാണോ? ബദർ ഉഹദും നമ്മൾ മജ്ലിസുൻ നൂറിൽ ബദരീങ്ങൾ ഓർക്കുന്ന ആൾക്കാരാ. അങ്ങനെയാണ് അവരുടെ വിക്ടറി സംഭവിച്ചത്. ഒരു 5 മിനിറ്റ് ക്ഷമിക്ക്. ബദർ മറ്റേ മോയിൻകുട്ടി വൈദ്യര് വളരെ മനോഹരമായിട്ട് പാടുന്നൊരു വരിയുണ്ട്. തുടരമത്തളവും ബഹുചൊട്ടും അറുവ ഒറ്റകളും കൈമണി തുടികൾ താശികളാൽ അറേബ്യൻ വാദ്യോപകരണങ്ങൾ അതിന്റെ മുകളിൽ താളമിട്ടിട്ട് മധ്യശകം വേന്തിയിട്ട് ഹിന്ദെന്ന പെണ്ണ് റളിയല്ലാഹു അൻഹാ അന്ന് മുസ്ലിമല്ല, ശത്രുപക്ഷത്താ, മാദക നൃത്തമാടിയിട്ട് അതേ ആമോദത്തോടെയാണ് അവർ വരുന്നത്. മോയിൻകുട്ടി വൈദ്യരുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മലപ്പുറം ജില്ലക്കാരനല്ലേ, വരികളിൽ ആശയത്തെ ദ്യോതിപ്പിക്കാൻ കഴിവുള്ള ഒരു മഹാനാണ്. ആകെ ഒരു ബഹളം ഉണ്ടാവും വരികളിലൊക്കെ. പുറപ്പെ ആകെ തലകുത്തി മറിഞ്ഞിട്ടാ വരുന്നത് അല്ലേ? ആ വരികളുടെ ഒരു മനോഹരിതേതാ. പക്ഷെ റസൂലുള്ള വരുന്നത് പറഞ്ഞത് ഏത് വരിയാ? മലപ്പുറമാണല്ലോ, കാരണവരല്ലേ. റസൂലുള്ള വരുന്നു എന്ന് പറഞ്ഞപ്പോ ഏത് വരിയാ ഉപയോഗിച്ചത്? അയ്യൊന്ന് പറയുന്നു. റസൂല് വരുന്നതിനെ കുറിച്ച് ഏത് വരിയാ പറഞ്ഞത്? തങ്ങളുള്ളൊരു നാടാണ് ഇട്ടത്. ഒരൊട്ടകം എങ്ങനെയാണ് മരുഭൂമിയിലൂടെ സ്ലോ മോഷനിൽ വരുന്നത്? ഇപ്പൊ സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വല്യപ്പാർക്കും അറിയാം. ഈ ചന്ദനമഴയിലൊക്കെ ചിലപ്പോ കണ്ടില്ല ഇങ്ങനെ പതുക്കെ വരുന്നത്. എന്താ ചിരിക്കുന്നത്? ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണറബ്ബന. 40 കൊല്ലം മുമ്പേ അങ്ങാടിയുടെ ആകാശത്ത് സൂര്യൻ മയങ്ങി വീഴുമ്പോൾ സന്ധ്യാംബരം ചമക്കാൻ തുടങ്ങിയാൽ വീടിന്റെ ഉള്ളിലിരുന്നിട്ട് പാപ്പയും വല്യമ്മയും പേരമക്കളും മരുമോളും അമ്മായിമ്മയും ഒക്കെ ഇരുന്ന് മനോഹരമായ പാടിയ പാട്ടിന്റെ ഈണമെവിടെ? അതൊരു നൊസ്റ്റാൾജിയയായി, ഗൃഹാതുരത്വമായ ഓർമ്മയായി വിടവാങ്ങിയില്ലേ പ്രിയപ്പെട്ടവരെ? അതേ സമയത്ത് MAT മൂസ, ഏത് MAT മൂസ? ഈ മാലിയും പാട്ടൊക്കെ ശിർക്കാന്ന് പഠിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി MAT മൂസ കൊണ്ടുവന്ന വിനോദ് കോവൂരാണ് നമ്മുടെ കുത്തുബുൽ അക്താബ് ഹൗസുൽ ആളം. ആര്? വിനോദ് കോവൂർ. അവനാണ് മൂസ. ശ്രീദേവിയാണ് നിങ്ങളുടെ നിങ്ങളൊക്കെ പ്രതിഷേധിച്ചൂടെ ഉമ്മനിങ്ങള്? നിങ്ങളുടെ മലപ്പുറം നല്ല ഭാഷയല്ലേ? ഇങ്ങനെ മോശമാക്കിയിട്ടാണോ മലപ്പുറത്തേക്ക് സംസാരിക്കുന്നത്? എന്തൂട്ടും ഭാഷയാണ് ഈ പറയുന്നത്. അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക തന്നെ. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാരന് വലിയ സന്തോഷമായി. ഇപ്പൊ മൗലൂദ് പോകുന്നതിന് സമയം MAT മൂസ ഇരുന്ന് കാണുകയല്ലേ? ഭയങ്കര തൗഹീദാണ്. ഞാനത് പറയാൻ കാരണം അപ്പൊ നമുക്ക് ആ പാട്ടൊക്കെ മറന്നുപോയി. സ്ലോ മോഷൻ പറഞ്ഞപ്പോ പറഞ്ഞു പോയതാ. ഞാനങ്ങനെ തമാശ ഒന്നും പറയുന്ന ഒരാളല്ല. ഒരു ഒട്ടകം ഇങ്ങനെ കാലുവെച്ച് കടന്നു വരുന്നത് പോലെ കാൽപ്പനിക മനോഹരമായ വരിയാണ് മലയാളം കണ്ട മഹാനായ മോയിൻകുട്ടി വൈദ്യരെന്ന മഹാപ്രതിഭ എഴുതുന്നത്. നോയിക്കോളൂ. ഒരു ഒട്ടകം എങ്ങനെ വരിക? കാല് വെച്ചിട്ട് സ്പീഡിലല്ല, സ്ലോ മോഷൻ. തങ്ങളിരുന്ന് ചിരിക്കുന്നുണ്ടല്ലേ? ബദറുൽ ഹുദാ യാസീനൻ അനബിഹറജ അന്നേരം വള്ളർകൊടി മോണ്ടെണ്ണം കെട്ടിടയതിലുണ്ടയ്യബയൽ വർണ്ണമത പിൽ രണ്ടോ അസ്വതുമാമേ. ഒരു ശാന്തമായ വരവാണ് അതല്ലേ? മറ്റാളുടെ വരവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? തുടരമദ്ദളവും ബഹുചൊട്ടു മറുവ ഒറ്റകളും കൈമണി തൊട്ടികൾ താശികളാൽ പുറപ്പെ തബുജാഹിലുടെ
കിബർ പൊങ്കിയ ലിബാസ് ആകെ തലകുത്തി പറഞ്ഞ് തൃശ്ശൂർ പൂരം വരുന്ന വൈദ്യ വന്നു. അതാണ് ഒരു പ്രതിഭ കവിത എഴുതുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് മുസ്തഫ നബി മജ്ലിസിനോട് സദസ്സും കൂടി ആയതുകൊണ്ട് ഞാൻ വിഷയത്തെ കണക്ട് ചെയ്യുക. തലേ രാത്രി ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോൾ എല്ലാരും മയങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ വീണ് പൊട്ടിക്കരയുമ്പോ അർദ്ധരാത്രിയിൽ എപ്പോഴോ അബൂബക്കർ തങ്ങൾ എഴുന്നേറ്റപ്പോ പുണ്യനബിയുടെ ഷാൾ ഉത്തരീയം നിലത്ത് കിടക്കുകയാണ്. ആരംഭ പ്രവാചകർ കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളാക്കാൻ ഇന്ന് ഈ സദസ്സ് പോലും സംഭവിക്കാൻ അന്ന് സുജൂദിൽ വീണ നിമിഷത്തിന്റെ പ്രാധാന്യം നിങ്ങളറിയണം. മുസ്തഫ നബിയുടെ തോളിൽ പിടിച്ച് അബൂബക്കർ തങ്ങൾ എഴുന്നേൽപ്പിച്ച് പറഞ്ഞില്ലേ, കഫാക്കയ റസൂലല്ലാഹ്, മദിയാക്ക് നബിയേ, കരയില്ല മുത്തേ. എന്തിനാണ് കരയുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ചെറുപ്പക്കാരാ, ചെമ്മാടങ്ങാടിയെ കോരിത്തരിപ്പിച്ച്, കക്കാട് നാഷണൽ ഹൈവേയെ കോരിത്തരിപ്പിച്ച് ഇന്ന് സമരം നടത്തിയവരില്ലേ, നമ്മൾ ഓർക്കണം ഹബീബന്മാരെ. റസൂലുള്ള പറയുകയാണ്, അബൂബക്കറേ, നാളെ പുലർന്ന 1000-ഓളം വരുന്ന സേനയാണ് മറുഭാഗത്ത്. നമ്മൾ പാവങ്ങളായ 313 ആളുകൾ, ആയുധങ്ങളില്ല, സന്നാഹങ്ങളില്ല. ഈ കൊച്ചു സേനയെങ്ങാൻ പരാജയപ്പെട്ടു പോയാൽ അബൂബക്കറേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഒരാളുണ്ടാകില്ല അബൂബക്കറേ. അല്ലാഹു നമ്മ വെറുതെ വിടില്ല നബിയേ, അല്ലാഹു നമ്മ വെറും കയ്യോടെ വിടില്ല ഹബീബേ. പിറ്റേന്ന് പുലർന്നപ്പോൾ ഹബീബന്മാരെ, രണ്ടു സേനയും മുഖാമുഖമല്ലേ നിന്നത്, മുഖാമുഖമല്ലേ നിന്നത്. ഇരുട്ടിന്റെ ഉള്ളിലൂടെ പോയി വാഴ വെട്ടുന്നത് പോലെ ഒരു മനുഷ്യനെ കൊല്ലുന്ന ഭീരുത്വമല്ല, ഫേസ് ടു ഫേസ് അറ്റാക്കാണ്. ആദ്യം ഏകാംഗ പോരാട്ടം. ഉത്ബ, ശൈബ, വലീദ് 3 പേരും മുന്നോട്ട് വന്നു. കരിങ്കുരങ്ങിനെ പോലെ, കാട്ടുകരടികളെ പോലെ രോമകൂപങ്ങളുള്ള അജാനുബാഹുക്കളായ 3 മല്ലന്മാർ വന്നപ്പോ മക്കയിൽ നിന്ന് വന്ന മഹാന്മാരായ 3 പേര് ഇറങ്ങി വന്നു. അല്ല, മദീനക്കാരായ 3 പേര് മുന്നോട്ട് വന്നു. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ്, ഈ മദീനക്കാരെ ഇപ്പൊ വേണ്ട, ആദ്യം മക്കക്കാരെ വിട് മുഹമ്മദ്, മക്കക്കാരെ വിട് ആദ്യം. ഞങ്ങളെ അപമാനിച്ചവർ അതാണ്. മുഹാജിറന്റെ വാക്കു കേട്ട് മുഞ്ചി 3 സിംഹരാ, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസത്തും ഹൈദറാ. മുഹാജിറന്റെ വാക്കു കേട്ട്, മുഹാജിർ എന്ന വാക്ക് കേട്ടപ്പോ 3 സിംഹക്കുട്ടികളാണ്, ഇസ്ലാമിന്റെ സിംഹക്കുട്ടികൾ മുന്നോട്ട് വന്നു. ഒന്ന് റസൂലുള്ളാന്റെ കൊച്ചാപ്പ ഹംസത്തുൽ കറാർ, ഒന്ന് അറേബ്യൻ അയോധന കലയുടെ സകലമാന അടവുകളും പഠിച്ച അലി ഹൈദറുൽ കറാർ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഫേസ് ടു ഫേസ് അറ്റാക്ക്. അതാണ് മുഅ്മിനീങ്ങളെ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഉത്ബയെ കൊന്നു. ഹംസ റളിയല്ലാഹു അൻഹു വലീദിനെ കൊന്നു, ശൈബയെ കൊന്നു. വലീദ് ധീരനായ അക്രമിയാണ്. അബൂ ഉബൈദ കുറച്ച് പ്രായമുള്ള സഹാബിയാണ്. തിരിഞ്ഞും മറിഞ്ഞും ഒളിഞ്ഞും മാറിയും പടവെട്ടുമ്പോൾ, ആളുകൾ നോക്കി നിൽക്കുമ്പോൾ യുദ്ധ നിയമത്തിനെതിരായി വലീദ് അബൂ ഉബൈദയുടെ വലത്തെ തുടയിൽ ആഞ്ഞുവെട്ടി. എല്ലുമുറിഞ്ഞു മുന്നോട്ട് പോകാൻ കഴിയാതെ അബൂ ഉബൈദ നിലത്തു വീണു. ബദറിന്റെ പടക്കളത്തിൽ കോരിത്തരിച്ചുപോയ നിമിഷത്തിൽ പുകിന്താറിരു പേരും അതീക്ഷണത്തിൽ
പുകഴും ഹബീബുള്ള തിരുമുമ്പത്തി ചൊരിന്തേ ഉബൈദത്തെ എടുത്തതമ്മ ചൊരിന്ത് വരും വാഴ് കൊഴുകൈതമാ. രണ്ട് സഹാബി വര്യന്മാർ ഓടി വന്നു പടക്കളത്തിലേക്ക്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കോരിയെടുത്ത് ഇന്ന് മസ്ജിദുൽ അറൂസ് നിൽക്കുന്ന മസ്ജിദുൽ എന്താണ് ആ പള്ളിയുടെ പേര്, അരീശ് നിൽക്കുന്ന അവിടെ കൈമ കെട്ടിയിരിക്കുന്ന പുണ്യനബിയുടെ ഹദറത്തിൽ കൊണ്ടുപോയി കിടത്തുകയാ. മുസ്തഫ തങ്ങളുടെ മടിയിൽ അബൂ ഉബൈദയുടെ തല വെച്ചിരിക്കുകയാ. കൊഴുകൊഴുത്ത ബ്ലഡ് കാലിൽ നിന്ന് ഒഴുക്കുകയാ. അബൂ ഉബൈദ അതുവരെ കരഞ്ഞിട്ടില്ല, വേദന കൊണ്ട് പൊളഞ്ഞപ്പോഴും കരഞ്ഞില്ല. പക്ഷേ റസൂലുള്ളാന്റെ പൂമുഖം കണ്ടപ്പോ, മടിയിൽ കിടന്ന് ആരംഭ പൂമാന്റെ നിലാവ് പൂത്തിറങ്ങിയ മുഖകമലം കണ്ടപ്പോ അബൂ ഉബൈദ കരയാൻ തുടങ്ങി. മുത്തുനബി ചോദിച്ചു, അബൂ ഉബൈദ വേദനയുണ്ടല്ലേ? കടുത്ത വേദനയാണല്ലേ? എന്റെ പൊന്നു സഹോദരന്മാരെ, അബൂ ഉബൈദ പറഞ്ഞ മറുപടി, 21-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ സംഘർഷകലുഷിതമായ സമൂഹങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമേ, അബൂ ഉബൈദ പറഞ്ഞ മറുപടി, ഇല്ല യാ റസൂലല്ലാഹ്, ഇല്ല യാ റസൂലല്ലാഹ്, വേദന പ്രശ്നമല്ല നബിയേ, ഇതൊന്നും പ്രശ്നമല്ല നബിയേ, പിന്നെന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പൊ പറഞ്ഞ മറുപടി എന്താ? വഞ്ച കള്ളം വീട്ട് പിരിന്തോനാണ്, വിളിപ്പേർ ഷഹീദാമോ അന പൊന്മാനേ. വഞ്ച കള്ളം വീട്ട് പിരിന്തോനാണ്, വിളിപ്പേർ ഷഹീദാമോ അന പൊന്മാനേ. അല്ലാഹുവിന്റെ ഹബീബേ, ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമാണ്. യുദ്ധത്തിന്റെ പ്രതിഫലങ്ങൾ എങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടാത്ത യുദ്ധമാണ്. അതുകൊണ്ടാണ് അബൂ ഉബൈദ പറയുന്നത്, ഞാനിപ്പോ പടക്കളത്തിന്റെ പുറത്തല്ലേ റസൂലേ, യുദ്ധത്തിൽ ഞാൻ കടക്കളത്തിൽ വീണല്ലോ മരിച്ചത്, അതുകൊണ്ട് ഞാൻ ഷഹീദാകില്ലല്ലോ നബിയേ. ആലോചിച്ച് നോക്കിയ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്താ, ഒരു മുസ്ലിം എന്താണ് പറയേണ്ടത്? എന്നെ ഒന്ന് മുറികെട്ടിത്തായോ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിലാക്കിത്തായോ റസൂലേ, വേദന കൊണ്ട് സഹിക്കാൻ വയ്യ എന്ന് പറയേണ്ടതിന് പകരം, ഹബീബേ ഞാൻ യുദ്ധക്കളത്തിന് പുറത്തല്ലേ നബിയേ, ഞാനിപ്പോ മരിച്ച ഷഹീദാവോ? പൊൻചമ്പകപ്പൂ ചുണ്ടൻ കീ ഉമ്മീ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അബൂ ഉബൈദയുടെ കണ്ണീര് നോക്കി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ചഞ്ചൽ ചഞ്ചൽ ഫളലോറ്റ ഷഹീദാകും നീ. നീ ഷഹീദാണ് അബൂ ഉബൈദ. ഈ രോഗത്തിൽ നീ മരിച്ചാൽ, ഈ മുറിവിൽ നീ മരിച്ചാൽ ഷഹീദാണ് പൊന്നുമോനെ അബൂ ഉബൈദ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ടപ്പോ അതുവരെ കരഞ്ഞിരുന്ന അബൂ ഉബൈദ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പാട്ടുപാടുകയാണ്, പാട്ടുപാടുകയാണ്. എന്തൊരു അത്ഭുതം, എന്തൊരു വിസ്മയമാ! വേദന കൊണ്ട് പിടയ്ക്കുമ്പോ ഒരാൾക്ക് എങ്ങനെയാണ് പാട്ടിന്റെ ഈണം മൂളാൻ കഴിയുക? അവരെന്റെ കാലു മുറിച്ചു കളഞ്ഞെങ്കിലും നബിയേ എനിക്കതിൽ സങ്കടമില്ല നബിയേ. നാളെ സ്വർഗീയ ആരാമങ്ങളില് അല്ലാഹു എനിക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞ് മുസ്തഫാന്റെ മടിയിൽ കിടന്ന് മൗത്താവുകയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. മുഅ്മിനായ മനുഷ്യനായിരുന്നു.
ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം. ബദർ യുദ്ധത്തിൽ തന്നെയാണ് വേറൊരു സഹാബി, ചെറുപ്പക്കാരാ, മുന്നോട്ട് ഗമിക്കുമ്പോ കയ്യിനൊരു വെട്ട് കിട്ടി, വലത്തെ കയ്യിൽ. നമ്മളൊക്കെ എന്ത് വേസ്റ്റ് മുസ്ലിങ്ങളെ മുമ്പിൽ. ഒരു വെട്ട് കിട്ടിയപ്പോൾ എല്ലു മുറിഞ്ഞു, ഇത്തിരി തോലിലായി ആ കൈ ഇങ്ങനെ കിടന്നാടാൻ തുടങ്ങി. ഇടത്തെ കയ്യിൽ വാളെടുത്തു. നമുക്കിതൊക്കെ അത്ഭുതമായി തോന്നും, അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നും ഹബീബേ. കാരണം നമ്മുടെ ഈമാൻ ഏറ്റവും ലോ പോയിന്റിലാണ്. ഇടത്തെ കയ്യിലെടുത്തു, തൂങ്ങിയാടുന്ന കയ്യുമായി യുദ്ധം ചെയ്യുകയാണ്. എല്ലിന്റെ പകുതിയോട് മുട്ടുമ്പോഴുള്ള വേദന എന്താ? ആക്സിഡന്റ് ഉണ്ടായി പിടയ്ക്കുമ്പോ ഒരാളെ നമ്മൾ കെയർ ചെയ്യാതെ വണ്ടിയിൽ കയറ്റരുതെന്ന് നമ്മളോട് പറയാൻ കാരണം എന്താ? എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ എല്ല് തമ്മിൽ മജ്ജയും തമ്മിൽ ഉരസുമ്പോ അതികഠിനമായ വേദനയാണ് ഹബീബേ. രക്തം വാർന്നൊഴുകുന്ന കയ്യുമായി മുന്നോട്ട് കൊടുങ്കാറ്റ് പോലെ ഗമിക്കുമ്പോ കഴിയുന്നില്ല. ശരീരമെത്തുന്നിടത്ത് കയ്യെത്താൻ കഴിയുന്നില്ല. ബാലൻസ് പോയപ്പോ പടക്കളത്തിൽ നിന്ന് മാറി നിന്ന സഹാബി തന്റെ വാള് നിലത്ത് വെച്ചു. ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈയിന്റെ പടം പിടിച്ചു. ചെറുപ്പക്കാരാ, എന്നിട്ട് തന്റെ വായിലേക്ക് വെച്ചു. കൊഴുകൊഴുത്ത രക്തം വരുന്ന തന്റെ തോല് കടിക്കുകയാണ്. പക്ഷേ അച്ഛേ റബ്ബറിൽ കടിച്ചതുപോലെ കൊഴുത്ത ബ്ലഡിൽ പല്ല് മുട്ടുമ്പോ പല്ല് ഒഴുക്കി പോവുകയാണ്, മുറിക്കാൻ പറ്റണില്ല. എന്താണ് ആ സഹാബി ചെയ്തത്? നിലത്ത് കൈ വെച്ചിട്ട് ഒരു കാൽ അതിന്റെ മുകളിലേക്ക് ചവിട്ടിപ്പിടിച്ചു. എന്നിട്ട് പതുക്കെ മുകളിലേക്ക് അങ്ങുയർന്നു. അലാസ്റ്റിക് പോലെ ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റബ്ബർ നീളുന്നത് പോലെ, എന്റെ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, റബ്ബർ നീളുന്നത് പോലെ പച്ച മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് തോല് വലിഞ്ഞു 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 പൊട്ടി. കയ്യങ്ങെടുത്തു, പുറത്തേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, കയ്യേ, നീ എന്റെ ഭാഗമായിരുന്നു. പക്ഷേ അള്ളാന്റെ ദീനിനു വേണ്ടി പടപൊരുതുമ്പോ നീ ഇപ്പൊ എനിക്ക് തടസ്സമാണ്. കയ്യേ, അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകിയാൽ നാളെ സ്വർഗീയ ആരാമങ്ങളിൽ നീ എന്റെ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് പറന്നിറങ്ങിയ സഹാബി. എന്താണിതൊക്കെ നമ്മെ ബോധിപ്പിക്കുന്നത്? എന്താണിത് ബോധിപ്പിക്കുന്നത്? ആ പോരാട്ടത്തിൽ ബദരീങ്ങൾ എങ്ങനെയാണ് വിജയിച്ചത്? ആയുധത്തിന്റെ ബലം കൊണ്ടല്ല. ഇന്ന് ചിലരൊക്കെ പറയാറില്ലേ, ആയുധം വേണം, സങ്കേതങ്ങൾ വേണം. അത് പറയുന്നവർ ആത്മീയതയെ എതിർക്കുന്നവരാണ്. ഈജിപ്തിലെ സകല ത്വരീഖത്തുകളെയും എതിർത്തത് ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സംഘടനയാണ്. ഇസ്ലാമിക് ബ്രദർഹുഡ് അല്ലേ? സകല തീവ്രവാദ സംഘടനകളും ആത്മീയതയെ എതിർക്കുന്നവരാണ്. പക്ഷെ ബദരീങ്ങൾ ജയിച്ചത് സ്പിരിച്വൽ പവർ കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് പറ. സൂറത്തുൽ അൻഫാൽ പറഞ്ഞില്ലേ, മലക്കിനെ അല്ലാഹ് ഇറക്കിയത് എന്തിനാ ഹബീബേ? മലക്കിനെ അല്ലാഹു ഇറക്കിയത് മോശമല്ലേ ബദരീങ്ങൾക്ക്? അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? മലക്കിനെ ഇറക്കിയത് മോശമല്ലേ മുഅ്മിനീങ്ങളെ? എന്താ നിങ്ങൾ മിണ്ടാത്തൊന്ന് ചിന്തിച്ചു പറയും. മോശമല്ലേ അത്? ആണോ അല്ലേ? എന്തോട്ടങ്ങളീ മിണ്ടാണ്ടിരിക്കുന്ന സ്റ്റാഫ്. മലക്കിനെ ഇറക്കിയത് മോശമല്ലേ? ഞാൻ പറയണു മോശമാണ്. എന്തുകൊണ്ട്? മലക്കുകളില്ലാതെ ജയിച്ചു എന്ന് പറയുമ്പോഴല്ലേ ക്രെഡിറ്റ് ഉള്ളത്. ഇത് ആയിരക്കണക്കിന് മലക്കിറങ്ങി യുദ്ധം ചെയ്തിട്ടാ ജയിച്ചേക്കണ്. അപ്പോഴോ? അത് ശരി. അള്ളാഹ്ക്ക് മലക്കൊന്നും വേണ്ടട്ടാ. ഒറ്റാളെ കൊണ്ട് 1,00,000 ആളെ കൊല്ല അള്ളാഹ്ക്ക് കഴിയും. പക്ഷെ എന്തിനാ അള്ളാഹു മലക്കുകൾ ഇറക്കിയത്? ഖിയാമത്ത് നാളോളം വരുന്ന സകല മുസ്ലിങ്ങളും അറിയണം, ആത്മീയമായ ഒരു സഹായം അവർക്ക് ലഭിച്ചു എന്നതിന്റെ ഭൗതിക അടയാളമാണ് മലക്കുകൾ. അപ്പോഴല്ലേ ഇബ്ലീസ് പറഞ്ഞത്? അബൂജഹലിനോട് ആദ്യം ഇബ്ലീസ് പറഞ്ഞു, സുറാക്കയുടെ രൂപം പൂണ്ടു വന്നിട്ട്, അബൂജഹലെ, ഞാൻ സഖ്യസേനയാട്ടാ, ഈ മുഹമ്മദിനെയും കൂട്ടരെ അടിച്ച് പൊളിക്കണം. നമുക്ക് യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ഏകാംഗ പോരാട്ടം കഴിഞ്ഞു യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോ ഇബ്ലീസ് പതുക്കെ മുങ്ങുകയാണ്. സുറാഖത്തുബ്നു മാലിക്കിന്റെ രൂപം. അബൂജഹൽ ചോദിച്ചു, അല്ല സ്റ്റാഫ്, എന്താ മുങ്ങണത്? നമ്മുടെ കുറെ ആൾക്കാരുണ്ടല്ലോ, നിർണായകമായ ഘട്ടങ്ങളിൽ പതുക്കെ ഊരും.
അതൊരു തർക്കാകട്ടെ പ്രശ്നമാകട്ടെ അപ്പൊ അതൊക്കെ മുങ്ങൽ വിദഗ്ധന്മാരെ നമ്മൾ. ഇപ്പൊ ഒരു ആക്സിഡന്റ് റോട്ടിൽ കണ്ടു, നമ്മൾ വണ്ടി ഇങ്ങനെ കിടന്ന് പിടക്കണിട്ടോ, വണ്ടി വിട്ടട്ടാ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അങ്ങനെ മുങ്ങും നമ്മൾ. ഈ ബിലീസ് മുങ്ങുമ്പോ അബൂജഹൽ ചോദിക്കുന്നുണ്ട്, ഞാൻ 1001 രാവുകളിലെ അറബിക് കഥയല്ല സൂറത്തുൽ അൻഫാല പറയുന്നേ. അബൂജഹൽ ചോദിച്ചു, അല്ല പോവാണോ? ഇബ്ലീസ് പറഞ്ഞു, നീ ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ്. നീ അറാ, ഞാൻ കാണുന്നുണ്ട്. നീ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. മാലാ തറൗന, നീ കാണാത്തത് ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്. ഇബ്ലീസിന് മലക്കുകളെ കാണാൻ പറ്റും, മനസ്സിലായ? മീകായിൽ എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ ദർസിലെ വിദ്യാർത്ഥികളുടെ ഡ്രസ് കോഡ് പോലെ വാള് പിടിച്ചിറങ്ങുകയാണ് മലക്കുകൾ. ചെയ്തതാ. 3 ക്വാളിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ, മുസ്ലിം മുഅ്മിനായ ക്വാളിറ്റി ഉണ്ടെങ്കിൽ, തുഅ്മിനൂന ബില്ലാഹി വറസൂലി വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമരം ചെയ്യുക. ഇത് 3 ഉണ്ടെങ്കിൽ അല്ലാഹു പരലോകത്ത് നിങ്ങൾക്ക് പൊറുക്കൽ തരുകയും സ്വർഗം തരുമെന്ന് മാത്രമല്ല, ഇഹലോകത്ത് നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കും. നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആലോചിക്ക്. ഈ മലക്കുകളൊക്കെ ബദരീങ്ങൾക്ക് മാത്രം റിസർവ്ഡ് അല്ല, സംവരണം ചെയ്തവരല്ല. ഖിയാമത്ത് നാളോളം വരെയുള്ള സകല മുസ്ലിങ്ങളെയും അല്ലാഹ് സഹായിക്കണം. എന്താ സഹായിക്കാത്തത്? നമ്മൾ മുസ്ലിം എന്ന ഒരു ക്വാളിറ്റി മാത്രമേ ഉള്ളൂ. അത് മുഅ്മിൻ എന്ന ക്വാളിറ്റിയിലേക്ക് കയറിയിട്ടില്ല. മുസ്ലിമിന്റെ ദറജപ്പടിയിൽ 1ാം സ്റ്റെപ്പിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. സഹാബത്ത് മുഅ്മിനായിരുന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മദായിനിലേക്ക് പോവുകയാണ്. മദായിൻ പുഴ മുമ്പിൽ ഇസ്ലാമിക് പ്രൊപ്പഗേഷന് വേണ്ടി പോവുകയാണ്. കിസ്ര കോട്ടയെ പിടിച്ചടക്കാൻ പോവുകയാണ്. ഈ പുഴയുടെ അടുത്തെത്തിയപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് കുതിരപ്പുറത്തിറങ്ങി, എല്ലാവരും പട്ടാളം ഇറങ്ങി. വിരൽ വെച്ചാൽ അറ്റുപോകുന്ന അതിശക്തമായ പ്രവാഹമാണ്. അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചേരം നോക്കി നിന്നിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് എന്ന ചീഫ് കമാൻഡർ, ഒരു നേതാവ്, ഒരു പ്രസ്ഥാനത്തിന്റെ, ഒരു വീടിന്റെ, എല്ലാത്തിന്റെയും നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ബുദ്ധിപരമായിട്ട് കളിക്കേണ്ടി വരും, ഇടപെടേണ്ടി വരും. മനസ്സിലായോ? കേവലം വൈകാരികമായി എടുത്തിയാടിയിട്ടൊന്നും കാര്യമില്ല, ബുദ്ധി പ്രയോഗിക്കണം. അദ്ദേഹം ബുദ്ധി പ്രയോഗിക്കുകയാണ്. തന്റെ കൂട്ടുകാരോട് ചോദിച്ചു, അല്ല ഈ പുഴ ആരുടെ പുഴയാണ്? മദായിനിലെ പുഴ ആരുടെ പുഴയാ? നമ്മളാണെങ്കിൽ എന്താ മറുപടി പറയാ? അതേത് പഞ്ചായത്തിൻ്റെതാണ്, ഏത് സ്റ്റേറ്റിന്റെയാണ് എന്ന് നമ്മൾ മറുപടി പറയല്ലേ. കാവേരി വെള്ളത്തിന് വേണ്ടി തർക്കിച്ചില്ലേ നമ്മൾ? മുല്ലപ്പെരിയാർ വെള്ളത്തിന് വേണ്ടി തർക്കിച്ചില്ലേ നമ്മൾ? സഹാബത്ത് പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ പുഴയാ. ആണോ? നഅം, അതെ. അതല്ലേ? അതേന്ന് ആണില്ലേ? അതേന്ന്. അപ്പൊ നമ്മൾ എന്തിനാ വന്നത്? ആരെ ചോദിക്കണത്? ചീഫ് കമാൻഡർ കൊണ്ടെന്നാൾ ചോദിക്കുക, നമ്മൾ എന്തിനാ വന്നത്? അപ്പൊ അവര് പറഞ്ഞു, നമ്മൾ അല്ലാഹുവിന്റെ ദീന് പ്രയോഗിക്കാൻ, ദീന് പ്രചരിപ്പിക്കാൻ. ആണോ? അതെ. ആണല്ലേ? അതേന്ന്. അപ്പൊ വീണ്ടും ചോദിക്കും, ആരാ നമ്മളെ പറഞ്ഞയച്ചത്? അല്ലാഹുവിന്റെ റസൂലിന്റെ 2ാം ഉത്തരാധികാരി ഖലീഫ ഉമർ ഫാറൂഖ് ആണ് നമ്മളെ പറഞ്ഞയച്ചത്. ആണോ? അതെ. ആണല്ലേ? അതേന്ന്. ഇതുവരെ ചോദ്യമറിഞ്ഞ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഖം പ്രൗഢഗംഭീരമായി. എന്നിട്ട് അനുയായികളോട് വിളിച്ചു പറയുകയാണ്, അല്ലാഹുവിന്റെ പുഴയാണ് ഈ പുഴയെങ്കിൽ, അല്ലാഹുവിന്റെ ദീനിനാണ് വന്നതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാണ് പറഞ്ഞയച്ചതെങ്കിൽ, വല്ലാഹ് ഈ പുഴ നമുക്ക് തടസ്സം നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് നീങ്ങും. കുതിരപ്പുറത്ത് കയറാൻ പറഞ്ഞ എല്ലാവരോടും.
അവരത്ഭുതപ്പെട്ടു. എന്താണ് ചെയ്യാൻ പോകുന്നത്? അലറിയൊഴുകുന്ന പുഴയുടെ മുമ്പിൽ അപ്പുറത്ത് കിസ്റ കോട്ടയുടെ മിനാരം തിളങ്ങുമ്പോൾ മടങ്ങിപ്പോകാനാവാതെ സഅദ് റളിയല്ലാഹു അൻഹു കുതിരയുടെ മുകളിൽ കയറി പറഞ്ഞു, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹ് ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. കുതിരയുടെ ജീണിയെ പിടിച്ചു തരിപ്പിച്ചു, കടിഞ്ഞാൻ പിടിച്ചു കുലുക്കി. കുതിര ഹൂങ്കാരവം മുഴക്കി ചാടി, മദായിൻ പുഴയിലേക്ക് ചാടി. ഒരു നിമിഷം ആകാശഭൂമികൾ കോരിത്തരിച്ചിട്ടുണ്ടാകും. വെള്ളത്തിന്റെ മുകൾ പരപ്പിലൂടെ മിന്നായം പോലെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കുതിര ചവിട്ടി 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 കിസ്റ കൊട്ടാരത്തിന്റെ മുറ്റത്ത് പോയി നിന്നു. പറന്നിട്ടല്ല, വെള്ളത്തിലൂടെ ഊളിയിട്ടിട്ടല്ല, വെള്ളത്തിന്റെ ഉപരിതലത്തിലൂടെ നടന്നു. ഒപ്പമുള്ള സഹാബി വര്യന്മാർ എല്ലാവരും ഇത് ചൊല്ലി അവരെല്ലാവരും പോയി. ഹബീബെ, ഞാൻ നിങ്ങളോടൊരു വളരെ ലളിതമായ ചോദ്യം ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും ചോദിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഈ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ച അല്ലാഹനെയാണോ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നത്? അത് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. ആണോ? ഒന്ന് ഉറക്ക പറയൂ. ഞാൻ നെഞ്ചു വേദന എത്ര ശബ്ദത്തിൽ പറയും? നിങ്ങൾക്കൊന്ന് ആത് പറ, എത്ര മടിയോ പറയും. അദ്ദേഹം വിശ്വസിച്ച അല്ലാഹനെയാണോ ഞാൻ നിങ്ങൾ വിശ്വസിക്കണത്? ഉറക്ക പറയേ. ഉറപ്പ്. കൈ ഇങ്ങനെ പിടിച്ചാണെല്ലാരും തങ്ങളെ അതിന്റെ വോയിസ് ഒന്ന് കട്ടി കളിട്ടോ, അല്ല അവര് കേട്ട് കേട്ട് കൊടുക്കണ്ടോ? ഉറക്കൊരാമീൻ പറഞ്ഞ നിങ്ങൾ അങ്ങനെയൊന്നും ഇത് തിരൂരാണ്. പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള മണ്ണാണ്. മലപ്പുറത്തെ കോട്ടക്കുന്നിന്റെ നെറുകയിൽ നിന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് ഉറക്കാമീൻ പറയും. സഹോദരിമാര് പതുക്കെ പറഞ്ഞാൽ മതിട്ടോ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിലായില്ലേ? ഞാൻ റമദാനിൽ വന്ന് പറ്റിച്ചല്ലോ മുമ്പിൽ എന്തോട്ട് പരിപാടിയത്. ആമീൻ. അപ്പൊ നിങ്ങളിവിടെ ശ്രദ്ധിക്കണില്ല എന്ന് ചിലർക്ക് കത്തിയിട്ടേ ഇല്ല. ആൾക്കാർ അത്ഭുതപ്പെടുക, എന്താ ആമീൻ പറഞ്ഞ് ചിരിക്കണെന്ന്. അത് തിരിച്ചു പോകുമ്പോ പറഞ്ഞാൽ മതി. എന്താണ് ഇപ്പൊ ചങ്ങായി ദ്വയർന്നിട്ട് എല്ലാവരും ചിരിച്ചത്? നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഞാൻ പറയണില്ല. ഇതാണ് വയലിന്റെ അവസ്ഥ. അങ്ങോട്ട് തരിച്ചു പോകും. നിങ്ങൾ തരിക്കല്ലേ. തരിപ്പിക്കണ വയൽ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ഹൃദയം തരിക്കട്ടെ. ശരീരം ഇങ്ങനെ കോരി തരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് സലാത്തില്ല, തീർന്നു. നാളെ സുബിക്ക് കിടന്നുറങ്ങിയാൽ ഉള്ള തരിപ്പുണ്ടായിട്ട് കാര്യമില്ല. നാളെ സുബി വാങ്ങി കൊടുത്താൽ നമ്മൾ ചാടി എഴുന്നേൽക്കണം. അല്ലാഹു നമ്മുടെ ഹൃദയത്തിന് തരിപ്പ് നൽകുമാറാകട്ടെ. അങ്ങനെ ചിരിച്ചവരോട് പറഞ്ഞു കൊടുക്കട്ടെ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ചോദിക്കട്ടെ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ അല്ലാഹയാണോ ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നത്? പ്ലീസ് റെസ്പോണ്ട്. ആണോ? അതെ. സഅദ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ച പ്രവാചകനെയാണോ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്? പറയൂ. ബിസ്മി ഖുർആനിലെ ആയത്ത. ആ ഖുർആൻ തന്നെയാണോ നമ്മളിപ്പോഴും ഓതുന്ന ഖുർആൻ? ഉറപ്പ്, ഷുവർ ആൻഡ് പ്രോമിസ്. എങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇവിടെ എവിടെയും പുഴ ഉണ്ടോ? പുഴ ഭാരതപ്പുഴ ഉണ്ടല്ലേ? നീന്തൽ അറിയുന്നവരെന്നെ എല്ലാവരും. ഓ, അറിയാത്ത കുറെ മാണിക്കല്ലുകൾ എനിക്ക് ആവശ്യമുണ്ട്. നീന്തൽ അറിയുന്നവർ രക്ഷപ്പെടും. നീന്തൽ അറിയാത്ത നിങ്ങളെ കൂട്ടിയിട്ട് ഞാനും, എനിക്ക് നീന്തൽ അറിയാം, ഞാനൊക്കെ മാറി നിൽക്കും. നീന്തൽ അറിയാത്ത നിങ്ങളെ ഒരു ഖത്തം വെച്ച് നമുക്ക് ഓതാം കേട്ടാ. ഒരു ഖത്തം ഓതിയിട്ട് നമുക്ക് പോവാം. എന്നിട്ട് നിങ്ങളെ പിടിച്ചിട്ട് പുഴയേക്കാണ്ട് ഇടും. എന്താ സംഭവിക്കുക? 3 ദിവസം കഴിഞ്ഞ അറബിക്കടലിന്റെ തീരത്ത് ചത്ത തവളയുടെ മാതിരി കുറെ മയ്യത്ത് ഇങ്ങനെ കിടക്കുന്നതാണ്. വെള്ളത്തിന്റെ സ്വാഭാവികമായ അവസ്ഥയെ അതിജയിച്ചെങ്കിൽ ബിസ്മി മാത്രം ചൊല്ലിയിട്ട് ആ അല്ലാഹയാണ് ഞാനും നിങ്ങളും BP അങ്ങാടി നിസ്കരിക്കുമ്പോ ആരാധിക്കുന്ന തമ്പുരാൻ. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവാചകനെയാണ് ഞാനും നിങ്ങളും സ്നേഹിക്കുന്ന പ്രവാചകൻ.
അവരോധിയ ബിസ്മിയുള്ള ഖുർആനാണ്. ബിസ്മി മാത്രമല്ല, ഒരു ഖത്തം മുഴുവൻ ഓതിയിട്ടാണ് നമ്മൾ പുഴ ചാടി. പിന്നെന്തേ നമുക്ക് വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാൻ പറ്റിയില്ല, സഅദ് റളിയല്ലാഹു അൻഹു നടക്കാൻ പറ്റി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മുഅ്മിനിന്റെ ദറജപ്പടികൾ എന്ന ഈ വിഷയത്തിന്റെ സമാപനം. ആ ഉത്തരം ഞാൻ പറയില്ല, നിങ്ങൾ ആലോചിക്കുക എന്താണിത്, എന്താണെന്ന്. ഇവിടെ വേദികളിൽ വന്ന അഹ്ലുസുന്ന വൽ ജമാഅയെ കുറ്റം പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരും ഓതിക്കോട്ടെ ഒരു ഖത്തം. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഓതി, എന്നിട്ട് നിങ്ങളും ചാടി. നിങ്ങൾ പറയുന്ന ഈ മോഡേൺ ഇസ്ലാം ഉണ്ടല്ലോ, ഞങ്ങളാണ് ഇസ്ലാമിന്റെ സമഗ്രത എന്ന് വാദിക്കുന്നവര്, ചാട്, ചത്തുപോകും. എന്നാ ഞാൻ പറയാ, സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ വെള്ളത്തെ അതിജയിച്ച സഹാബിയല്ല, പ്രവാചകനല്ല, വർത്തമാന കാലത്ത് ജീവിച്ച മഹാന്മാരുണ്ട്. അവര് നജ്വത്തുകാരനല്ല, ജമാഅത്തുകാരനല്ല. നിഷേധിക്കാൻ പറ്റുമോ? ഇറ്റ്സ് എ ചലഞ്ച്. നിഷേധിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? പണ്ട് യുക്തിവാദികൾ പാടി, എന്തുകൊണ്ട് എന്റെ കാക്ക പറക്കുമ്പോൾ പൂച്ച പറക്കാത്തത് എന്തുകൊണ്ട് എന്ന് യുക്തിവാദികൾ ചോദിച്ചു. കുറെ കഴിഞ്ഞപ്പോ അവർക്ക് ആ ചോദ്യത്തിലെ ഉഡായിപ്പ് മനസ്സിലായി. ഇപ്പൊ നിർത്തിയവര്, ഇപ്പൊ അവര് ഡിങ്കം മതം ഉണ്ടാക്കിയത്. പണ്ട് അവർ ചോദിച്ചതാണ് പരിഷത്ത്, എന്തുകൊണ്ട് കവലയിൽ എന്റെ കാക്ക കറക്കുമ്പോൾ പൂച്ച പറക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ ചോദിക്കുക, എന്തുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അള്ളയാണ് സുന്നി നീയും, ജമാഅത്തുകാരാ നീയും, കേന്നമുകാരാ നീയും, തബ്ലീഗുകാരാ നീയും, കള്ളത്തരീഖത്തുകാരാ നീയും, എല്ലാരും ആരാധിക്കുന്നത് ആ അള്ളയെ തന്നെയാണ്. പോവാണോ? പോയിക്കോട്ടെ. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്, പ്രസംഗിക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ? നിർത്തണം. ഞാൻ 2 മണിക്കൂർ തരിപ്പിക്കാൻ കൊട്ടേഷൻ എടുത്ത് വന്നതല്ല, അതുകൊണ്ടാണ് പറയണ. എൻ്റെ മനസ്സിൽ മാറ്റം വരണം, വസ്തുത പൊളിച്ചെഴുതണം. നമ്മൾ വെറുതെ അങ്ങാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തിയിട്ടൊന്നും കാര്യമില്ല. പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോകുന്നത്. മുൻഗാമികളായ പൂർവസൂരികളുടെ മുഅ്മിനെന്ന പദവിയിലെത്താതെ രക്ഷപ്പെടില്ല സഹോദര. മ്യാൻമറിൽ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ പറയണോ? അത് പ്രായമുള്ളവരൊന്നും കേട്ടിട്ടുണ്ടാവില്ല, ഞങ്ങൾ പറയണ്ടല്ലോ. നമ്മളൊക്കെ ഭയങ്കര സുഖത്തിലല്ലേന്ന്. ചെറുപ്പക്കാര്, നാളെ സുബഹി BP അങ്ങാടിന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ഓർക്ക് 3.5 നൂറ്റാണ്ട് കാലം മുസ്ലിം ഭരണം നിലനിന്ന പ്രദേശമാണ് മ്യാൻമാർ, ബർമ. ഈ ഞാനിപ്പോ പറഞ്ഞ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ് അവിടെ ഇസ്ലാം പ്രചരണം ചെയ്തത്. സഹാബിയായ സഅദ് ഇബ്നു അബീ വഖാസ് ആണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്. സുലൈമാൻ ഷാ എന്ന പേരിൽ അറിയപ്പെട്ട ആള് മുസ്ലിം ഭരണകൂടം സ്ഥാപിച്ച നാട്. 3.5 നൂറ്റാണ്ട് കൊല്ലം കഴിഞ്ഞപ്പോ ബുദ്ധന്മാർ കടന്നു വന്ന് ആ ഭരണകൂടം നിലംപതിച്ചു. പിന്നെ ബ്രിട്ടീഷുകാരന്റെ അധീനതയിലായി. പിന്നെ മ്യാൻമറിന് സ്വയം ഭരണാധികാരം ലഭിച്ചു. പിന്നെ മ്യാൻമർ പിന്നീടും പട്ടാളത്തിന്റെ കീഴിലായി. ഈ കാലഘട്ടങ്ങളിലൊക്കെ അറബി ഭാഷ ഔദ്യോഗിക ഭാഷയായ അതേ 4 മില്യൺ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന മ്യാൻമറിലെ അറാക്കാൻ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. ചോരപ്പുഴയാ. പച്ചക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട്, ഞാനിതൊരു വൈകാരികതക്ക് വേണ്ടി പറയുന്നതല്ല, പച്ചക്ക് ജീവനുള്ള കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് കൈകാൽ തല കീപ്പോട്ടാക്കി പിടിച്ച് കരുത്തന്മാരായ ബുദ്ധഭിക്ഷുക്കള് 2 ചീന്തങ്ങ് ചീന്തി, അവന്റെ വയറ് ചീന്തി, നെഞ്ച് ചീന്തി, തലച്ചോറ് ചീന്തി. ഒരാൾക്ക് ചീന്താൻ പറ്റാതെ വരുമ്പോ 2 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ചീന്തിയിട്ട് പാവപ്പെട്ട മുസ്ലിം രോഗിങ്കൻ പെണ്ണിന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തില്ലേ? ചെറുപ്പക്കാരെ, ഭർത്താക്കന്മാരെ പിടിച്ചു കൊണ്ടുവന്ന് പൂർണ്ണ നഗ്നരാക്കിയിട്ട്
കുപ്പിച്ചുല്ലുകൾ നിരത്തി കിടത്തിയിട്ട് ബുദ്ധഭിക്ഷുക്കൾ കുടിക്കുന്ന മദ്യക്കുപ്പികൾ നിരത്തി വെച്ചിട്ട് പൂർണ്ണനഗ്നരായി കഴുത്തിൽ കുടുക്കിട്ട കയറിട്ടിട്ട് അതിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോ ശരീരമാകെ കീറി മുറിയുമ്പോ അവർക്കൊരേ ഒരു ഡിമാൻഡേ ഉള്ളൂ, നിങ്ങളൊന്ന് മുസ്ലിം മതത്തിൽ നിന്ന് ബുദ്ധ മതത്തിലേക്ക് വരുമോ? ആലോചിച്ച് നോക്ക്. അതേ ടാറിട്ട റോട്ടിലൂടെ കമഴ്ത്തി കിടത്തിയിട്ട് കഴുത്തിൽ കയറിട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോ ശരീരം കീറി മുറിയുമ്പോ, നെറ്റി ഒരഞ്ഞൊരിഞ്ഞു പൊളിയുമ്പോ, മുഖം ഒരഞ്ഞൊരിഞ്ഞു പൊളിയുമ്പോ, മുട്ടൊരഞ്ഞൊരിഞ്ഞു പൊളിയുമ്പോ, കാൽവിരലുകൾ റോട്ടിൽ ഇങ്ങനെ നിറങ്ങി തേഞ്ഞു പോകുമ്പോ ഇഞ്ചിഞ്ചായി കൊല്ലുകയാ. തീർന്നില്ല ഹബീബന്മാരെ. ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ മൊബൈലിലൊക്കെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ വേദനിപ്പിക്കുന്ന വീഡിയോകളുണ്ട്. അവരത് കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. പെണ്ണുങ്ങളെ പൂർണ്ണരക്തരായി കൊണ്ടുവന്ന് മരത്തിൽ പിടിച്ച് കൈ കെട്ടിപ്പിടിച്ചിട്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് വെടിവെച്ചു കൊന്നാ പെട്ടെന്ന് മരിക്കാലോ. അങ്ങനെയല്ല ചെയ്യുന്നത്. കത്തി അവരുടെ ശിരസിൽ വെച്ചു, എന്നിട്ടമർത്തി താഴോട്ട് വലിച്ചു, മൂക്കിലൂടെ വലിച്ചു, ചുണ്ടിലൂടെ വലിച്ചു, കഴുത്തിലൂടെ വലിച്ചു, മാറിലൂടെ വലിച്ചിട്ട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിടുമോ? ബുദ്ധിസത്തിലേക്ക് വരുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മരണമാ? കടുത്ത വേദന പുളയുമ്പോ, രക്തം വാർന്നൊഴുകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മൗജൂദു ബികുല്ലി സമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മഅബൂദു ബികുല്ലി മകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മഅറൂഫു ബികുല്ലി ഇഹ്സാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മദ്കൂറു ബികുല്ലി ലിസാൻ എന്ന തൗഹീദ് വിശ്വസിച്ച സഅദികളാണവർ. അതേ സഅദികളാണവർ. നിങ്ങൾ അന്വേഷിക്ക് റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ചരിത്രം എന്താണെന്ന്. സഅദ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്ന് ചേരുന്ന സുലൂക്കിന്റെ രാജമാർഗമായ അഹ്ലുസുന്നയുടെ ത്വരീഖയായ സഅദിയ്യ ത്വരീഖത്തിന്റെ ആളുകളാ. പിന്നെ അവരെ കുറിച്ചൊരു അപവാദം പറയാറുള്ളത് അവർ തൽസമാത്തിന്റെ ആളുകളാ. അവര് വല്ലാതെ തൽസമാത്തിന്റെ ആളുകളാ. ജമാഅത്തും മുജാഹിദും ഏതായാലും അംഗീകരിക്കാത്തതാ. അതേ ഹുബ്ബുൻ നബിയുടെ ആധുനിക വർത്തമാന കാലത്തെ ഇതിഹാസമായി മാറിയ റോഹിംഗ്യൻ മുസ്ലിങ്ങള് എന്നിട്ടവരെ ഇഞ്ചിഞ്ചായി കീറുകയാണ്. പ്രിയപ്പെട്ട BP അങ്ങാടിയിലെ മുസ്ലിം ഉമ്മത്തെ ഒരു ബ്ലേഡ് കൊണ്ടുവന്ന് ബഷീർ ഫൈസിയുടെ നെറ്റിക്ക് നേരെ ചൂണ്ടിയാൽ, ചുണ്ടിന്റെ നേരെ ചൂണ്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റടോ എന്ന് പറഞ്ഞാല് മാറ്റുമോ ഇല്ലയോ എന്നൊന്ന് ഈ രാത്രി പിരിഞ്ഞു പോകുമ്പോ സ്വയം ഒന്ന് ചോദിക്കേ. ആരെയും ബോധ്യപ്പെടുത്തണ്ട. നമ്മള് മുസ്ലിമാൻ, മുഅ്മിനായിട്ടില്ല. മുഅ്മിൻ അങ്ങനെ മാറ്റി പറയാൻ കഴിയില്ല ചെറുപ്പക്കാരാ. മുസ്ലിമേ നമ്മൾ മാറ്റി പറഞ്ഞു പോകൂലേ? അവിടെയാണ് വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്ന് പറയുന്ന റോഹിംഗ്യയിലെ മുസ്ലിങ്ങള് മാറ്റി പറഞ്ഞില്ല കേട്ടോ, മാറ്റി പറഞ്ഞില്ല. 2.5% ആളുകൾ മാത്രമാണ് ബുദ്ധിസത്തിലേക്ക് പോയത്. ബാക്കി ദശലക്ഷക്കണക്കിന് വരുന്ന ആളുകള് ഇപ്പോഴും അവിടെയുണ്ട്. 10,000 ആളുകളെ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലൂടെ പത്തേമാരിയിൽ കയറ്റിയിരുത്തി. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, യന്ത്രം ഘടിപ്പിക്കാത്ത പത്തേമാരികളില്, പായ കെട്ടിയ പത്തേമാരികളില് ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലേക്ക് പറഞ്ഞയച്ചു. ഒരു ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിൽ അതിരിടുന്ന, ഒരു ഭാഗത്ത് ബംഗ്ലാദേശ് അതിരിടുന്ന ഒരു കൊച്ചു രാജ്യമാണ് റോഹിംഗ്യ, മ്യാൻമർ. അതേ ഈ വെള്ളത്തിന്റെ മുകളിലൂടെ ദിവസക്കണക്കിന് സഞ്ചരിച്ചിട്ട് വെള്ളമില്ലാതെ മരിച്ചുപോയില്ലയോ? ഭക്ഷണമില്ലാതെ മരിച്ചു പോകുന്നവര് കലിമ ചൊല്ലി കടലിൽ താഴ്ത്തി അവര് ചെന്നെത്തുന്നത് എവിടെയാ?
തായ്ലൻഡിലേക്കാണ് നാട് കടത്തുന്നത്. പാലായനം തായ്ലൻഡിലേക്കാ. തായ്ലൻഡ് സെക്സ് ഫ്രീ ആയ നാടാണ്, വ്യഭിചാരം ഹലാലായ നാടാണ് തായ്ലൻഡ്. തായ് തീരങ്ങളിൽ എത്തിപ്പെടുന്ന പത്തേമാരികളിൽ ജീവച്ചവങ്ങളായി എറിയുന്നവര് അടുത്തേക്കടുക്കാൻ കഴിയാതെ വെള്ളത്തിലേക്ക് എറിയുകയാണ്. അവിടെ നീന്തി നീന്തി തായ്ലൻഡിന്റെ തീരത്തണയുന്ന മുസ്ലിം രോഹിംഗ്യൻ പെണ്ണുങ്ങളെ പരസ്യമായി റേപ്പ് ചെയ്തു തായ് പട്ടാളത്തിന്റെ കിരാതന്മാർ. തായ്ലൻഡിലെ പട്ടാളം റേപ്പ് ചെയ്തു. അങ്ങാടികളിൽ നടക്കുമ്പോ പരസ്യമായി റേപ്പ് ചെയ്തു. എന്നിട്ട് പാതിയായ അവരെ വലിച്ചെറിഞ്ഞു. ബംഗാൾ ഉൾക്കടലിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. ഇതല്ലേ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവര്? പത്തേമാരികൾ ലക്ഷത്തിലെത്താതെ പതിനായിരങ്ങളായ എത്ര ആളുകളാണ് കടലിന്റെ തിരമാലകൾക്കുള്ളിൽ മറിഞ്ഞു പോയത്. മുസ്ലിം കേരളത്തിലെ ചെറുപ്പക്കാരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുഅ്മിനിന്റെ ദൃഢവിശ്വാസത്തിന് വേണ്ടി പടവരുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഫേസ്ബുക്കിൽ കണ്ടിട്ട് നീ എന്താ ഞെട്ടാത്തത്? നിനക്കിപ്പോഴും താരരാജാവായ ദുൽഖർ സൽമാന്റെ താടിയല്ലേ സുന്നത്തായത്? പ്രേമം സിനിമയിലെ നിവിൻ പോളിയുടെ താടിയല്ലേ പൊന്നുമോനെ നിനക്കിപ്പോഴും സുന്നത്തായത്? പാശ്ചാത്യത്തിന്റെ വലക്കണ്ണികളിൽ ഈ അമ്പറ്റകളെ പോലെ പൊഴിഞ്ഞു വീണ് കുടുങ്ങിപ്പോയ തിരൂരിലെ ചെറുപ്പക്കാരെ, കേരളത്തിലെ ചെറുപ്പക്കാരെ, തൃശ്ശൂരിലെ ചെറുപ്പക്കാരെ, രോഹിംഗ്യയിലെ പാവപ്പെട്ട മുസ്ലിമിന്റെ മുമ്പില് നമ്മൾ ആരാ പൊന്നുമോനെ? നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തിൽ നിന്ന് വ്യതിരിക്തമായ പാരമ്പര്യം അവകാശപ്പെടുന്ന രാജ്യമാണ് കേരളം. എല്ലാ സംവിധാനവും അല്ല നൽകിയ നാടാണ് കേരളം. എന്നിട്ട് പോലും ഉമ്മത്തിന്റെ പ്രിയപ്പെട്ടവർ വളരെ വളരെ വേഗത്തിൽ ശത്രുവിന്റെ കൂടാരങ്ങളിൽ പോയില്ലേ? പ്രിയപ്പെട്ടവരെ അറിയണം, നിങ്ങളുടെ നാട്ടിലല്ലേ ഒരു വെളിപ്പാടടുത്തല്ലേ ഫൈസൽ മരണപ്പെട്ടു പോയത്? അല്ലാഹു ആ ചെറുപ്പക്കാരന് സ്വർഗം കൊടുത്തുപോയി. നമ്മൾ ദ്വാരക്കൊന്നും വേണ്ട. കുഫരിയത്തിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിന്റെ ദീപശിഖയുമായി കടന്നു വന്നിട്ട് എങ്ങനെയാണ് അവൻ അറേബ്യയിൽ ജീവിച്ചതെന്ന് ചോദിക്ക്. ഞാനും നിങ്ങളും പാരമ്പര്യ മുസ്ലിങ്ങളാ. എന്റെ വാപ്പ ഹൈദ്രു ആയതുകൊണ്ട് ഞാൻ ബഷീറായി, നിങ്ങളുടെ വാപ്പ മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായി. ആ ഫൈസൽ എന്ന ചെറുപ്പക്കാരൻ ഹിന്ദു മതവിശ്വാസിയായി ജനിച്ചു വീടില്ലേ? എന്നിട്ടവൻ മുസ്ലിമായപ്പോ അള്ളാന്റെ ദീനിന്റെ പള്ളിയിൽ പങ്കു കൊടുക്കുമ്പോ നേരത്തെ പോയി പള്ളിയിലിരുന്നു അത്രേ. പള്ളിയിൽ അഴുക്ക് കണ്ടാൽ അറേബ്യയിലെ പള്ളിയുടെ ബാത്റൂം പോലും അവൻ വൃത്തിയാക്കിയിരുന്നു അത്രേ. തന്റെ അമ്മയോട് പലപ്പോഴും നിർബന്ധിക്കാതെ അമ്മേ ഹിദായത്തിന്റെ വഴിയിലേക്ക് വാ അമ്മേ എന്ന് പറഞ്ഞു അത്രേ. തന്റെ ഭാര്യയെ മക്കളെ കൊണ്ടുവന്നില്ലേ ചെറുപ്പക്കാരാ? എന്തൊരു വല്ലാത്ത മനസ്സാണത്. മുസ്ലിം മുഅ്മിനായി പോയതല്ലേ ചെറുപ്പക്കാരാ? വേറെ എന്ത് തെറ്റാണ് അവൻ ചെയ്തത്? അവൻ കള്ളുകുടിച്ചൊരു വീട്ടിലും കയറി ബഹളമുണ്ടാക്കിയിട്ടില്ല. കൊല ചെയ്തവന്റെ വീട്ടിൽ പോയിട്ട് ഒരു പെണ്ണിനെയും അവൻ ബലാത്സംഗം ചെയ്തിട്ടില്ല. ഫൈസൽ എന്ന ചെറുപ്പക്കാരൻ ഈ രാജ്യത്ത് ചെമ്മാട്ടങ്ങാടിയിൽ ബഹളമുണ്ടാക്കിയിട്ടില്ല. ഒരു വീട്ടിലും കയറി കൊള്ളയടിച്ചിട്ടില്ല. അവൻ ചെയ്തതെന്താണ്? ചിരിച്ചു, നന്നായി ചിരിച്ചു, അല്ലാഹുവിനെ വിശ്വസിച്ചു, റസൂലുള്ളാഹിനെ വിശ്വസിച്ചു, കുടുംബത്തെ ഹിദായത്തിലേക്കാക്കി ഗൾഫിലേക്ക് പോകുന്നതിന്റെ പുലർച്ചയിൽ നടു റോട്ടിൽ കിടന്ന് അതെ പട്ടിയെ വെട്ടുന്നത് പോലെ വെട്ടുമ്പോ ഓർത്തില്ലടാ ചെറുപ്പക്കാരാ നീ? ആ വെട്ടേറ്റ് പിടയുമ്പോ ആ രക്തം കൊണ്ടുപോകാൻ ഇല്ലീനിലേക്ക് അവന്റെ റൂഹിനെ പൊതിഞ്ഞെടുത്ത അത്തറിൽ പൊതിഞ്ഞു കൊണ്ടുപോകാൻ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ ആ പുലർച്ചയും അവന്റെ മുമ്പിൽ മലക്കുകൾ എത്തിയിട്ടുണ്ടാകും. പച്ചപ്പനന്തത്തയെ പോലെ സ്വർഗത്തിലിരുന്ന് പൊന്നു ഫൈസലേ നീ ചിരിക്കുമ്പോ നിന്റെ അമ്മ ഇന്ന് മുസ്ലിമാടാ പൊന്നുമോനെ. ഫൈസലേ നിന്റെ അമ്മ ഇന്ന് മുസ്ലിമാടാ പൊന്നുമോനെ. തൊപ്പിയിട്ടിട്ട് കക്കാട്ടങ്ങാടിയിൽ നീതി നിഷേധത്തിനെതിരെ ഇന്ന് സമരം നടന്നപ്പോ നിന്റെ സഹോദരിയായ ഹിന്ദു സഹോദരി അതിൽ ഉണ്ടടാ ചെറുപ്പക്കാരാ. നിന്റെ അച്ഛൻ ഹിന്ദുവാണ്, അവിടെ ഉണ്ടടാ ചെറുപ്പക്കാരാ. അവരാരും നിന്നെ മറന്നിട്ടില്ല പൊന്നുമോനെ. ഇത് മുന്നിൽ വെച്ച് ഒരു വെളിപ്പാടടുത്തുള്ള BP അങ്ങാടിയിലെ ചെറുപ്പക്കാരാ, യാഹൂ തങ്ങളുടെ പൂരം നടക്കുമ്പോ നേർച്ച അതല്ല, ശംസുൽ ഉലമ പറഞ്ഞതാണ് നേർച്ച. അതും മൗലൂദാണ്, അത് അപദാന പ്രസംഗങ്ങളാണ്, അതവരെ പുകഴ്ത്തലാണ്, അവരെ സിയാറത്ത് ചെയ്യലാണ്. ആനയും അമ്പാരിയും കൊണ്ടുവന്നിട്ട് അതേ മദ്യപിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇടാളാണെന്ന് പറഞ്ഞിട്ട് തിരൂർ
ഹറാമ് ചെയ്യുമ്പോ ചെറുപ്പക്കാരാ ഫൈസലിരുന്ന് സ്വർഗത്തില് നിന്നു നോക്കി ചിരിക്കുന്നുണ്ട് മുത്തേ. റോഹിംഗ്യയിലെ പതിനായിരങ്ങളായ ഈമാനുള്ള വിശ്വാസികൾ തിരൂരുകാരെ നിങ്ങളെ ഓർത്ത് വിലപിക്കുന്നുണ്ടാകും. ഞാൻ എന്റെ നെഞ്ചുപൊട്ടിയാ പറയുന്നത്. വലിയനോടുള്ള പ്രേമം കാണിക്കേണ്ടത് ഇങ്ങനെയല്ല, ഇത് ബിസിനസ്സാണ് ചെറുപ്പക്കാരാ. ആനയും അമ്പാരിയും കൊണ്ടുവന്നിട്ടല്ല. അപറഹത്തിന്റെ ആനപ്പടയാളികളാണ് കഅബ ദേവാലയം തകർക്കാൻ വന്നതെങ്കിൽ ആ ആനകളെ കൊണ്ടുവന്നിട്ട് ഈ പാതിരാത്രി എന്റെ ഈ കട്ടന്റെ അപ്പുറത്ത് ഇരുട്ടിലിരിക്കുന്ന പെണ്ണുമ്മമാരെ, അന്ന് നിങ്ങൾക്ക് ആരാ ഹലാലാക്കിയത്? ഇന്ന് നിങ്ങൾ മറക്കകത്തിരിക്കുമ്പോ മഗ്രിബും അസറും ഖലാക്കിയിട്ട് തലയിൽ റിബൺ കെട്ടിയ ചെറുപ്പക്കാൻ കരോക്കയുടെ താളത്തിൽ തുള്ളുമ്പോ അത് കണ്ടു രസിക്കാൻ ഏത് യാഹൂത്തങ്ങളാ നിങ്ങളെ പഠിപ്പിച്ചത്? ഇനി നിന്റെ ഭർത്താവ് ക്യാൻസർ പിടിച്ച് മരിക്കുമ്പോ നീ നേരല്ല പൊന്നുപെങ്ങള്. നിന്റെ ഗൾഫിലുള്ള ഭർത്താവ് പെട്ടിയിലായി വരുമ്പോ ഞാൻ ചങ്ക് കുത്തുന്ന വർത്തമാനം പറയുന്നത് എന്തിനാ? ചാവക്കാട്ടങ്ങാടിയിലും മണത്തല പൂരത്തിന്റെ ദിവസത്തില് കഴിഞ്ഞ കൊല്ലമുണ്ടായതാ. 407 ടെമ്പോ ലോറിയില് 18ഉം 19ഉം വയസ്സുള്ള പെണ്ണുങ്ങള് നിതംബം കുലുക്കിയിട്ട് കരോക്കയുടെ താളത്തിൽ തുള്ളുമ്പോ ആരവം മുഴക്കി ഫോണിൽ പകർത്തുകയാണ് മുസ്ലിം ചെറുപ്പക്കാർ. ആരുടെ പേരിൽ? മണത്തലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹൈദോസ് കുട്ടി മൂപ്പൻ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യന്റെ പേരില്. ഇത് ഹറാമല്ലേ? എന്നിട്ട് തിരൂരിലെ നെതുവത്തുകാരൻ അഹ്ലുസുന്ന വൽ ജമാഅയെ തെറി പറയിപ്പിച്ചത് നീയല്ലേ? സമസ്തയെ തെറി പറയിപ്പിക്കുന്നത് നിങ്ങളല്ലേ? മൗലൂദോദിയ മാത്രം ആകുന്ന സുന്നിയല്ല നമ്മള്. ഈ പൂരം നടത്തുന്നവർ സുന്നിയാവണ്ട, മുഅ്മിനെ സുന്നിയാകണ്ട, അവർ സുന്നിയാകണ്ട. ഞാനിത് പറഞ്ഞത് മുസ്ലിം എന്ന പദവിയിൽ നിന്ന് മുഅ്മിൻ എന്ന പദവിയിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസ്. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പരീക്ഷിക്കും ധിക്കാരികളും അഹങ്കാരികളുമായ എത്രയെത്ര ജനപദങ്ങളെയാണ് അല്ലാഹു തകർത്ത് കളഞ്ഞത്. ഫറോവയൻ സാമ്രാജ്യത്തെ തകർത്ത് കളഞ്ഞില്ലേ? നമ്രൂദിയൻ സാമ്രാജ്യത്തെ തകർത്ത് കളഞ്ഞില്ലേ? അറേബ്യൻ സാമ്രാജ്യത്തെ തകർത്ത് കളഞ്ഞില്ലേ? അഹങ്കരിക്കേണ്ട ചെറുപ്പക്കാരാ, അഹങ്കരിക്കല്ല ചെറുപ്പക്കാരാ. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല മുത്തേ, കുറ്റപ്പെടുത്തുകയല്ല. നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ അടുത്ത യാഹൂ തങ്ങളുടെ പേരിൽ നടക്കുന്ന പൂരത്തിന്റെ ഒരുക്കങ്ങൾക്കെതിരെ നീ മുന്നിൽ നിൽക്ക്. എന്നിട്ട് പറയും നടത്തരുതെന്ന്. അത് തടസ്സപ്പെടുത്താൻ ഒരുപക്ഷെ നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് നമുക്ക് പറ്റൂല. പക്ഷെ അത്തരം പൂരം നടത്തുന്നവന്റെ വീട്ടിലെ കല്യാണത്തിന് വരില്ലെന്ന് പറയാനുള്ള നട്ടെല്ല് കാണിക്കും മുഅ്മിനെ, നട്ടെല്ല് കാണിക്കും മുഅ്മിനെ. കക്കാടങ്ങാടിയെ ഇന്ന് കോരിത്തരിപ്പിച്ചില്ലേ നിങ്ങള്? മലപ്പുറത്തുകാരെ, നിങ്ങൾ നീതി നിഷേധത്തിനെതിരെ എന്തിന്? ഫൈസലിന് വേണ്ടി. ഏത് ഫൈസലിന് വേണ്ടി? ഞാൻ നേരത്തെ പറഞ്ഞ ഫൈസലിന് വേണ്ടി. അയാള് സ്വർഗത്തിലോ നമ്മളോ പൂരം നടത്തി നരകം വാങ്ങാനുള്ള ഒരുക്കത്തിലാ. മുസ്ലിമേ, പടികൾ കയറിക്കോ, ദറജ പടികൾ കയറിക്കോ. മുസ്ലിം മുഅ്മിനാകണം, പിന്നെ മുത്തഖിയാകണം, പിന്നെ മുഹ്സിനാകണം, പിന്നെ മുഹിബ്ബാകണം, പിന്നെ മുത്മഇന്ന എന്നൊരു പദവിയുണ്ട്. പുലർച്ചയിൽ തലയിൽ വെട്ടേറ്റ് കഴുത്തിൽ വെട്ടേറ്റ് യാ അല്ലാഹ് എന്ന് പറഞ്ഞു ഫൈസൽ പിടയുമ്പോ അല്ലാഹ് വിളിച്ചു പറഞ്ഞു കാണും, യാ അയ്യതുഹൽ നഫ്സുൽ മുത്മഇന്ന, ശാന്തിയായ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. അല്ലാഹ് നിന്നോട് തൃപ്തനാണ് ഫൈസലേ. അല്ലാഹ്ക്ക് നിന്നെ ഇഷ്ടമാടാ പൊന്നുമോനെ ഫൈസലേ. നീ അല്ലാഹനെ സ്നേഹിച്ചതിന് പകരമായി അല്ലാഹ് നിന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് ഉദ്ഖുലി ഫീ ജന്നതി ഉദ്ഖുലി ഫീ ഇബാദി, സ്വർഗ്ഗത്തിലേക്ക് വായോ,
മന്ദമാരുതനെ പോലെ പച്ചപ്പനന്തത്തയായി ഷഹീദിന്റെ കവചമണിഞ്ഞ് സ്വർഗത്തിലെത്തുമ്പോ ഹൂറുല്ലിങ്ങള് ആ മനുഷ്യനെ സ്വീകരിച്ചില്ലേ? വളരെ ഭംഗിയുള്ള മനുഷ്യൻ, വളരെ കൊച്ചുപ്രായത്തിലുള്ള മക്കളെ ഒഴിവാക്കിയിട്ട് പോകേണ്ടി വന്നപ്പോ അവിടെ സ്വർഗ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെട്ടില്ലേ? അതുകൊണ്ട് പോകണ്ടേ? ഫൈസൽ പോയ സ്വർഗത്തിലേക്ക്. വദ്ഖുലി ജന്നതി വദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളോടുകൂടെ കൂടിക്കോ എന്ന് പറയുമ്പോ ആരാണ് അയാളെ സ്വീകരിക്കുന്നത്? എന്റെ അൽ ഇബാദാരാ, അല്ലാഹുവിന്റെ റസൂലാ, മുസ്തഫായ നബിയാ, ബദരീങ്ങളാ, ഉഹദീങ്ങളാ, ഖന്ദഖീങ്ങളാ, അവരാണ് സ്വീകരിക്കുന്നത്. കുഫ്രിയത്തിന്റെ ഇരുട്ടിൽ നിന്ന് നൂറാനിയത്തിന്റെ വെളിച്ചം കിട്ടിയ ചെറുപ്പക്കാരൻ. തീരുമാനിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടണ്ട, നിങ്ങൾക്കൊരു പക്ഷേ എന്നെ ഉപദ്രവിക്കാനൊക്കെ പറ്റിയേക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യം സത്യമായി പറഞ്ഞതാ. അത്തരം പൂരങ്ങൾക്ക് നിങ്ങൾ ആളാകരുത്. അള്ളാഹു നമ്മളെ മുഅ്മിനായി ജീവിക്കാൻ, മുഅ്മിനായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു 10 മിനിറ്റ് നിർത്താൻ നമുക്ക്. നിങ്ങളെ ഒരു ബക്കറ്റ് ഇങ്ങോട്ട് എടുത്ത് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ഏതായാലും ഇനി മരിക്കാനൊന്നും അങ്ങനെ തൗഫീഖ് കിട്ടില്ല. പക്ഷേ ഇനി പൈസ തരേണ്ടി വരുന്ന ആരും എണിക്കണ്ടട്ടോ. അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം. സമരം എന്ന് പറഞ്ഞാൽ ആരും പേടിച്ചിട്ട് മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് തന്നെ അള്ളാഹ് പറഞ്ഞു. ബി അംബാലിക്കും അംഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും. പക്ഷെ അത് ഇവിടെ ചെയ്യണം എന്നല്ല. എൻ്റെ ഏതെങ്കിലും അമുസ്ലിം സഹോദരങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ബേജാറാകൊന്നും വേണ്ടട്ട. ഇതൊരു ധാർമ്മിക സമരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ എന്നും നന്മയിൽ വിശ്വസിക്കുന്നവരാണ്. യുദ്ധം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സമരമുണ്ടായപ്പോൾ പാണ്ഡവരും കൗരവരും മുഖാമുഖം നിൽക്കുന്ന വേളയിൽ ദ ലെജൻഡ് ഓഫ് പുരാണ, ഇതിഹാസത്തിലെ അർജുനന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീണുപോയി. ശ്രീകൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ഗീതോപദേശമുണ്ട്. ഗീതയുടെ ആദ്യത്തെ ശ്ലോകമുണ്ടാകുന്നത് പടക്കളത്തിൽ വെച്ചിട്ടാണ്. യദാ യദാ ഹ്യ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദത്മനം സൃജാമ്യഹം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഞാൻ വരുമ്പോൾ കണ്ടു കുറെ മുസ്ലിങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ബേജാറാണ്ട് പറഞ്ഞ ധാർമ്മിക യുദ്ധമായിരുന്നു ബദർ ഉണ്ടായത്. നോക്കൂ എന്താണ് ശ്രീകൃഷ്ണൻ പറഞ്ഞ. അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിലൂടെ ആത്മപീയൂഷം പോലെ പെയ്തിറങ്ങിയതാണ് വചനപ്രസാദം പോലെ ഗീതയുടെ ആദ്യത്തെ ശ്ലോകം. യഥാ യഥാ ഹ്യ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത് അഭ്യുത്ഥാനമധർമ്മസ്യ. എന്താ പറഞ്ഞ? നിങ്ങൾക്ക് സംസ്കൃതം അറിയാലോ. ഇത് മനുഷ്യനെ കൊല്ലാനുള്ള പോരാട്ടമല്ല, ധർമ്മത്തിന് വേണ്ടിയാ. ഇരുട്ടിനെതിരെ വെളിച്ചം, അധർമ്മത്തിനെതിരെ ധർമ്മം, അസത്യത്തിനെതിരെ സത്യത്തിന്റെ വിജയത്തിന് വേണ്ടിയാ. ഇത് ഇന്ന് കുരുക്ഷേത്രത്തോടു കൂടി അവസാനിക്കൊന്നുമില്ല. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എല്ലാ യുഗങ്ങളിലും ഞാൻ വരും. അത് അവരുടെ ഒരു വിശ്വാസമാണ്. നമ്മളതിന് കുറ്റം പറയുന്നു വേണ്ട. ദശാവതാരങ്ങളിൽ നമ്മുടെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നുണ്ട്. വരാഹം, മത്സ്യം, കൂർമ്മം, നരസിംഹം, കൽക്കി, ഇങ്ങനെ 10 അവതാരങ്ങളുണ്ട്. കൽക്കി അവർ കാത്തിരിക്കുകയാണ്. ഇനി കൽക്കിയൊക്കെ വന്നു പോയി എന്നുള്ള വേറെ കാര്യം പോട്ടെ. അപ്പോ ധാർമ്മിക യുദ്ധമായിരുന്നു അത്. ബദർ ഒരു ധർമ്മിക യുദ്ധമായിരുന്നു. ഞാൻ എൻ്റെ മുസ്ലിങ്ങളോടാണ് സംസാരിക്കുന്നത്. അവർ യഥാർത്ഥ മുസ്ലിം ആകണം എന്നാണ് ഞാൻ പറഞ്ഞു. മുഅ്മിനായാൽ ഈ ലോകമൊക്കെ അവരുടെ പിന്നിലുണ്ടാവും. ഈ മണത്തലയിലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നത് പറയൽ അനിവാര്യമായ ഒരു ദിവസം കൂടിയാണ്. അവിടെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോട്ടിലൂടെ ബഹളം ഉണ്ടാക്കും കുറച്ച് ഹിന്ദു സഹോദരൻ. ഹിന്ദുക്കൾ ഇത് കേൾക്കണം കേട്ടോ. നമ്മൾ കൂടുതൽ അകന്നു കഴിയുന്ന ഒരു സമൂഹത്തിൽ അടുപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം. അടുപ്പിക്കാൻ ഞങ്ങൾ സംസാരിക്കാറില്ല, അടുപ്പിക്കാൻ വേണ്ടി പറയും. പിന്നെ ഫൈസലിനെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ചെറുപ്പക്കാർ ദീനിന്റെ ശരിയായ രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ തമ്മാടിത്തം കാട്ടി നടക്കുന്ന ഒരാളെ ആരും കൊല്ലില്ലല്ലോ പിടിച്ചില്ലേ? കള്ളു പിടിച്ച് നടക്കുന്ന ഒരാളും കൊല്ലില്ല. ആർക്കും ബദറില്ലാത്തൊരു മനുഷ്യനെ കൊന്നു. അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ? മുഅ്മിനെ എല്ലാവർക്കും പേടിയാ, മുസ്ലിമിനെ ആർക്കും പേടിയില്ല. ഉറപ്പാണ് കാര്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞവർക്ക് മനസ്സിലായിണ്ടോ? മുസ്ലിമിനെ ആർക്കും ഒരു പേടിയില്ല, മുഅ്മിനിനെ പേടി തന്നെയാണ്.
മുഅ്മിനുണ്ടായ അവർക്ക് വിഷമം. അന്ന് കൊന്നിട്ട് ആ പുലർച്ചെ വീട്ടിലെത്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വന്തം മക്കളെ കാണുമ്പോൾ എന്തായിരിക്കും ആ കൊലയാളി ഓർത്തിട്ടുണ്ടാകുക? ഇതുപോലൊരു കൊച്ചുകുട്ടി ഉപ്പച്ചിയെ കാത്തിരിക്കുന്നുണ്ടാകുന്നില്ല അവിടെ. സ്വന്തം ഭാര്യയുടെ കൂടെ പിറ്റേ രാത്രി കിടന്ന് ശയിക്കുമ്പോൾ അവനൊരു മനുഷ്യനാണെങ്കിൽ എന്താ കരുതുക? മണ്ണിലായപ്പോയ ഫൈസലിന്റെ ഒരു പ്രിയപ്പെട്ട പത്നി അവിടെ ഒറ്റക്ക് കിടക്കുന്നുണ്ടെന്ന് ആലോചിക്കണ്ട. എന്ത് ലാഭ മനുഷ്യനെ കൊന്നിട്ട് കിട്ടാൻ പോകുന്നത്? എന്ത് ലാഭ കിട്ടിയത്? ഫൈസലിന് ലാഭം കിട്ടി, അവന്റെ ഉമ്മ അങ്ങോട്ട് മുസ്ലിമായി. വലിയ ലാഭം തന്നെയല്ലേ? നീ ഞാൻ കണ്ടോ ഉമ്മാന്റെ മുഖം, മക്കനെ കെട്ടിട്ട് നീ എല്ലാരും കൊല്ലു നടന്നിട്ട്. ഹബീബേ, മണത്തലയിൽ പള്ളിയിൽ ബഹളം നിസ്കരിക്കുമ്പോൾ റോട്ടിൽ കൂടെ ബഹളം ഉണ്ടാക്കിയ ആൾക്കാർ പോകും. അതൊരു കമ്മ്യൂണൽ ക്ലാഷായി വളർന്നു. വലിയ തരത്തിൽ സാമൂഹിക അകൽച്ചയുണ്ടായി. പോലീസ് വെടിവെപ്പ് നടന്ന ആൾക്കാർ മരിച്ചിട്ട് വരുന്നുണ്ട്. അത്ര വലിയ പ്രശ്നമായി. കെ കേളപ്പൻ എന്ന് പറയുന്ന കേരള ഗാന്ധി വന്നു. ഗുരുവായൂർ നിവർത്തന പ്രക്ഷോഭത്തിന്റെ സമരനായകൻ കേരള ഗാന്ധി എന്ന് അയാൾ അറിയപ്പെട്ടു. ഉരുക്കു മനുഷ്യനാണ്. പാവങ്ങളുടെയും മതസ്ഥിതന്മാരുടെയും പടത്തലവൻ. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ചർച്ചയ്ക്ക് വിളിച്ചു. ഒരു രമ്യതയുണ്ടായില്ല. ഏതൊരു നല്ല മനുഷ്യൻ പറഞ്ഞു, ഈ പ്രശ്നം തീർക്കാൻ ഒരാൾക്ക് കഴിയും. അതേ, ഒരാൾക്ക് കഴിയും. യമനിന്റെ സൗഗന്ധിക പൂവേ, കൊയിലാണ്ടി കടപ്പുറത്ത് കുറുകിയ യമനിന്റെ പൂങ്കാറ്റേ, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. ഇന്ന് ബാഫഖി തങ്ങൾ വഫാത്തായ ദിവസമാണ് അല്ലേ? ഇന്നല്ലേ? ആണോ? ബാഫഖി തങ്ങൾ വന്നു അവിടെ. നിങ്ങൾ കേൾക്കണം കേട്ടോ. ചാവക്കാട്ട ഗസ്റ്റ് ഹൗസിൽ ചർച്ച. RSSന്റെ പ്രാഗ്രൂപമായ ജനസംഘത്തിന്റെ ഹിന്ദു സഹോദരങ്ങൾ ഒരു ഭാഗത്ത്, മണത്തല പള്ളിയുടെ കമ്മിറ്റിക്കാർ ഒരു ഭാഗത്ത്. കെ കേളപ്പൻ പ്രസംഗിച്ചു. പരിഹാരമായില്ല. ആ സമയത്ത് അസർ ബാങ്ക് മുഴങ്ങി. ബാഫഖി തങ്ങൾ ചാടി എഴുന്നേറ്റു. ബാഫഖി തങ്ങൾ ഒരു ലോക്കൽ കൺട്രി ഫെലോ അല്ല, മുഅ്മിനായ മനുഷ്യനായിരുന്നു. അവ്വൽ വക്തിൽ നിസ്കരിക്കുന്ന മഹാനാ, ദായിമുൽ വുളൂആ, എപ്പോഴും ഖുർആൻ കയ്യിലുള്ള മഹാനാ. ഒരനുഭവം ഞാൻ പറയാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ മരിച്ചാല് എന്റെ മയ്യത്ത് കാഫിരീങ്ങളൊക്കെ കാണുമല്ലോ റബ്ബേ. അപ്പൊ അടുത്തുള്ളവർ പറഞ്ഞു, അത് കാണുന്നെ ചെയ്യും. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നയാളാ നിങ്ങള്. കെ കരുണാകരനെ പോലെ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യന്മാരൊക്കെ വരും നിങ്ങളെ കാണാൻ. ബാഫക്കിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. പക്ഷേ ബാഫക്കി തങ്ങളുടെ മനസ്സുപോലെ ബാഫക്കി തങ്ങൾ മരിച്ചപ്പോ ഒരൊറ്റ കാഫിറുമാ മുഖം കണ്ടിട്ടില്ല. കാരണം എന്താ നിങ്ങൾക്കറിയാലോ? അൽ മക്കത്തുൽ മുകറമ, പരിശുദ്ധ മക്കയിലാണ് മരണപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ സയ്യിദ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മുമ്പിൽ വലത്തു മൂന്നാമത്തെ ഖബറാണ്. മുസ്ലിം കേരളത്തിന്റെ ആത്മീയ ലോകത്തെ രാജകുമാരൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി ഇന്നത്തെ ഇതേ ദിവസത്തിലാണ് വഫാത്തായത്. അത്രയും വലിയ മഹാനാ. ഒന്നുകൂടി പറയാം. ഒരു ഹജ്ജിന് പോയപ്പോ അദ്ദേഹം പറഞ്ഞു, നാളെ ഹറമിൽ നിങ്ങൾ എന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കേണ്ടി വരും. അവര് പറഞ്ഞു, ആ നടക്കൂല തങ്ങളെ. ആന്ത്രോ ഇവിടെ ഇമാമിങ്ങൾ വേറുണ്ട്, നമ്മുടെ വേറെ ഏതെങ്കിലും പള്ളി പോയി ഇമാമക്കണമാതിരി ഇവിടെ വെക്കാൻ പറ്റില്ല. അപ്പോഴും തങ്ങൾ ചിരിച്ചോണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ പിന്നിൽ തന്നെയാണ് നിൽക്കുക. തങ്ങളെ നിങ്ങൾ കേരളത്തിലെ വലിയ നേതാവാണ്, പക്ഷെ സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് ഇമാമത്ത് മക്കത്തെ പള്ളിയിൽ നിൽക്കാൻ പറ്റൂല. അപ്പൊ ബാഫക്കി തങ്ങൾ പറഞ്ഞു, ഹറമിന്റെ ഇമാമും എന്റെ പിന്നിലാ, നാളെ നിൽക്കുക. അവര് ഞെട്ടി. അതെ, പിറ്റേന്നത് സംഭവിച്ചില്ലേ പ്രിയപ്പെട്ടവര്? മസ്ജിദുൽ ഹറാമിന്റെ ചീഫ് ഇമാം ബാഫക്കി തങ്ങളുടെ പിന്നിൽ നിന്നാ നിസ്കരിച്ചത്. കൊയിലാണ്ടിക്കാര് നിസ്കരിച്ചത്. അന്ന് കൂടിയ ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെ ബാഫക്കി വഫാത്തായി
മയ്യത്തിന്റെ പിന്നിലല്ലേ ഇമാമ് നിൽക്കുക. തന്റെ മരണം പോലും മുൻകൂട്ടി പറഞ്ഞ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പകരം വെക്കാനില്ലാത്ത നേതാവേ. ആ മനുഷ്യനാണ് ചാവക്കാട്ടേക്ക് വന്നത്. അസർ ബാങ്ക് കൊടുത്തു, എഴുന്നേറ്റു. കയ്യിൽ ഒരു കോപ്പയുണ്ട്, ഒതുണ്ടാക്കണ കോപ്പ. ഗസ്റ്റ് ഹൗസിന്റെ പൈപ്പ് തുറന്നു. പൈപ്പ് തുറന്നപ്പോ കാറ്റാണ് വന്നത്. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് അല്ലേ, അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. കാറ്റാണ് വന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ അബ്ദുറഹ്മാൻ ബാഫഖി നിൽക്കുമ്പോ ഹിന്ദു സഹോദരങ്ങൾ ഓടി വന്നു. എന്റെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുന്ന PP അങ്ങാടിയിലെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരാ, മുസ്ലിങ്ങളെ, 2 ഹിന്ദു സഹോദരങ്ങൾ ഓടി വന്നു. അതേ, RSSകാർ ഓടി വന്നിട്ട് ബാഫഖിയുടെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങി ഓടി. റോഡ് മുറിച്ചു കടന്നു. അപ്പുറത്തെ പറമ്പിൽ കയറി പാളകണത്തിലേക്ക് ഇട്ടു. വെള്ളം കോരി കോപ്പയിലെടുത്തു. തിരിച്ചോടി വന്നു. ബാഫഖിയുടെ മുമ്പിലെത്തിയപ്പോ കൈനീട്ടി പുഞ്ചിരിയോടെ ബാഫഖി. അവര് പറഞ്ഞു, വേണ്ട തങ്ങളെ, ഇല്ല തങ്ങളെ, നിങ്ങൾ ഒളു ചെയ്തോ, ഞങ്ങൾ വെള്ളമൊഴിച്ചു തരാം. ഞങ്ങൾ വെള്ളമൊഴിച്ചു തരാം. അവർക്ക് ഒളു എന്നൊക്കെ പറയാൻ അറിയും. കാരണം അന്നത്തെ മുസ്ലിങ്ങൾ അത്ര സ്നേഹമുള്ളവരാ, ഹിന്ദുക്കൾ സ്നേഹമുള്ളവരാ. വർത്താനം കടയിൽ നിന്ന് ഹിന്ദു മുസ്ലിം പറയുമ്പോ പള്ളി വാങ്ങിക്കൊടുത്ത ഞാനിപ്പ വരെ രമേശ് എന്ന് പറഞ്ഞ് പള്ളി പോയവനാ. അവർക്കൊക്കെ അറിയായിരുന്നു. ഇന്നത്തെ ഹിന്ദുവിനെന്താ മുസ്ലിങ്ങൾ അറിയാത്തത്? അവൻ സഹവസിക്കുന്ന മുസ്ലിമ് ഡോ നമുക്കൊന്ന് കൂടിയാലോ എന്ന് പറയുന്ന മുസ്ലിമാ. ഡോ നമുക്കിന്നാ വീട്ടിലൊന്ന് ഒളിഞ്ഞു നോക്കിയാലോ പോയി എന്ന് പറയുന്ന മുസ്ലിമാ. നമുക്കിന്ന് 2 അടിച്ചാലോ എന്ന് പറയുന്ന മുസ്ലിമാ. ഇന്നത്തെ മുസ്ലിമിന്റെ ചെറുപ്പക്കാരനായ കൂട്ടുകാരിൽ നിന്ന് രാജ്യത്തെ ഹിന്ദു സഹോദരൻ നന്മ കേൾക്കുന്നില്ലാത്തത് കൊണ്ടല്ലേ? കേൾക്കുന്നുവെങ്കിൽ അവൻ നന്മ മനസ്സിലാക്കും, ഇസ്ലാമിനെ മനസ്സിലാക്കും. അതെ, അവര് വെള്ളമൊഴിച്ചു കൊടുത്തു. ബാഫഖി ഒളു ചെയ്തോ, ബാഫഖി ഒളു ചെയ്തോ. അവിടുന്ന് തിരിച്ചു വന്നു. അസർ നിസ്കരിച്ചു. നിസ്കാരം കഴിയുമ്പോ പ്രിയപ്പെട്ടവര്, അവിടെ നിശബ്ദതയാണ്, നിശബ്ദതയാണ്. സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത. മണത്തല പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോ ചെണ്ടമുട്ടി ബഹളമുണ്ടാക്കി കൊലപാതകം വരെ നടന്ന പ്രശ്നസങ്കീർണമായ ഒരു പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താനുള്ള മുസ്ലിങ്ങളുടെ നേതാവ് നിസ്കരിക്കുമ്പോ എല്ലാവരും മിണ്ടാതിരുന്നു. ഔറാദ് കഴിഞ്ഞു, ദുആ കഴിഞ്ഞു. ബാഫഖി തങ്ങൾ ഗസ്റ്റ് ഹൗസിന്റെ കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു വരികയാണ്. അതേ, വെട്ടിയൊതുക്കിയ താടിരോമങ്ങളുള്ള യമനി പാണ്ഡിത്യ പ്രൗഢിയുടെ ഗാംഭീര്യമുള്ള തലേക്കെട്ടുള്ള സാദാത്തിന്റെ സകലമാന അടയാളങ്ങളുമായി വെളുത്ത കമീസിന് മുകളിൽ പ്രൗഢഗംഭീര്യമായ കറുത്ത കോട്ടണിന് മനോഹരമായ പുഞ്ചിരിയോടെ ബാഫഖി വന്നപ്പോ മുസ്ലിങ്ങൾ എഴുന്നേറ്റപ്പോ ഓട്ടോമാറ്റിക്കലി ഹിന്ദുക്കൾ എഴുന്നേറ്റ് നിന്നു. നോട്ട് എ പോയിന്റ്, എഴുന്നേറ്റ് നിന്നോ. ആരും പറഞ്ഞിട്ടല്ല. ബാഫഖിയുടെ കയ്യിൽ തോക്കുണ്ടായത് കൊണ്ടല്ല, അത് അല്ലാഹു തോന്നിപ്പിക്കുന്നതാ. നിങ്ങൾ മുഅ്മിനാണെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ, നിങ്ങളാണ് ഉന്നതന്മാർ. ബാഫഖി ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പള്ളിയിൽ നിസ്കരിക്കുമ്പോ പൊതുവഴിയിലൂടെ മറ്റൊരു മതക്കാരന് ബഹളമുണ്ടാക്കാൻ പാടില്ലെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? വിവേകമുള്ള ഒരു നേതാവിന്റെ വാക്കാണത്. നമ്മളാണെങ്കിൽ എന്താ പറയാ? ആഹാ, നിങ്ങൾ ബഹളം ഉണ്ടാക്കുമല്ലേ, ഞാൻ ആരെങ്ങക്കറിയോ? ബാഫഖി തങ്ങളാ സമസ്തയുടെ നേതാവാ, പിന്നെ മുസ്ലിം ലീഗിന്റെയും നേതാവാ. മിണ്ടാതിരുന്നോളണം നിങ്ങള്. ഞങ്ങളിത് ചെറുപ്പക്കാരുണ്ട്, തല്ലി അങ്ങോട്ട് കൊല്ലും എന്നല്ലേ പറയേണ്ടത്? അല്ല, നമ്മുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അങ്ങനല്ലേ പറയേണ്ടത്? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? ബാഫഖി പറഞ്ഞ വാക്കെന്താന്നറിയോ? പള്ളിയിൽ നിസ്കരിക്കുമ്പോ റോട്ടിൽ ബഹളമുണ്ടാക്കാൻ പാടില്ലെന്ന് ഖുർആനിലില്ല, ഹദീസിലില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കാന്ന്. ഇന്ത്യ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന രാജ്യമാണ്. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം പ്രൊപ്പഗേഷൻ ചെയ്യാൻ, ജീവിക്കാൻ, അനുധാവനം ചെയ്യാൻ ഒക്കെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 925 അനുവാദം നൽകിയിട്ടുണ്ട്.
അതൊന്നും ബാഫക്ക് തങ്ങൾ പറഞ്ഞ വാക്കല്ല കേട്ടോ, ഞാൻ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാ. എന്നിട്ട് ബാഫക്ക് തങ്ങൾ പറഞ്ഞു, പക്ഷേ നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മാന്യതയാ, നന്മയാ. അത് പറഞ്ഞ് ബാഫക്ക് തങ്ങൾ അവിടെ നിർത്തി. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, ഇന്നാണ് പുതുമണവാളൻ അള്ളാഹുവിലേക്ക് പോയ ദിവസം. സാഹചര്യം അനുകൂലമായി നമ്മുടെ വിഷയത്തിലേക്ക് എത്തിപ്പെട്ടതാ. ബാഫക്ക് തങ്ങളുടെ അടുത്തേക്ക് 2 RSSകാർ ഓടി വന്നു. ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ബാഫക്കയുടെ മേശപ്പുറത്തിരിക്കുന്ന കയ്യങ്ങ് കൂട്ടിപ്പിടിച്ചു. ബാഫക്ക് തങ്ങളുടെ മുഖത്ത് നോക്കിയവര് പറഞ്ഞു, ഇല്ല തങ്ങളെ, ഇനി ഞങ്ങള് ബഹളമുണ്ടാക്കൂല. അന്ന് നിന്നതാണ് അവിടെ ബഹളം ഉണ്ടാക്കില്ല. നമ്മൾ വിഷയത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയില്ലേ? ബാഫക്ക് തങ്ങൾ മുസ്ലിം അല്ല, മുസ്ലിം മാത്രല്ല, മുഅ്മിനായിരുന്നു. മുഅ്മിൻ ആരാണ്? അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ക്വാളിറ്റി ഉള്ളവർ. അത് അള്ളാഹു തോന്നിപ്പിക്കണതാണ്. നമ്മൾ ബാഫക്ക് തങ്ങളുടെ പൊളിറ്റിക്കൽ പവർ പോലും അല്ല അവരത് പറയാൻ കാരണം. അതാണ് അവർ പറയും, പോയി പാടുവെക്കും തങ്ങളെ എന്ന് പറയും. കാരണം അതിനോട് അവർക്ക് സ്നേഹം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനോട് സ്നേഹമുള്ളവർക്കല്ലേ ആ പാർട്ടിയോട് സ്നേഹം ഉണ്ടാവുള്ളൂ. ഒരു ഹിന്ദുവിന് ഇപ്പം അതിനോട് സ്നേഹം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇട്ടങ്ങൾ ഞാൻ തെറ്റിദ്ധരിക്കണ്ട. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കോൺഗ്രസ് നന്നാണെന്ന് വലിയ ഇഷ്ടം ഉണ്ടാവും? ഉണ്ടാവില്ല. തിരിച്ചുണ്ടാവും? ഉണ്ടാവില്ല. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം ലീഗുകാർ ദേഷ്യപ്പെടില്ല. നിങ്ങൾ ദേഷ്യപ്പെട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. RSSകാർ എന്തായാലും മുസ്ലിം ലീഗിനെ വലിയ ഇഷ്ടപ്പെടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഇഷ്ടം കാണിക്കുന്നതാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പ്രയോഗിച്ചത്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ പവറോ അത് വേറെ തലങ്ങളിൽ വളരെ പ്രശസ്തമാണ്. ഈ സംഭവത്തിൽ ബാഫക്ക് തങ്ങളുടെ സ്പിരിച്വൽ പവറാണ്, ആത്മീയ ശക്തിയാണ് അവരെ കൊണ്ടത് പറയിപ്പിച്ചത്. ആലോചിച്ചു. ബാഫക്ക് തങ്ങൾ മുഅ്മിനാണ്, പണക്കട്ട തങ്ങൾ മുഅ്മിനാണ്. മുഅ്മിനീങ്ങളുടെ മുന്നിൽ എല്ലാവരും അങ്ങനെ തന്നെ ആവുള്ളൂ. ബദരീങ്ങൾ മുഅ്മിനാണ്. നമ്മൾ ബദരീങ്ങളെല്ലാം അനുസ്മരിച്ചത്. സഹാബത്ത് മുഅ്മിനായിരുന്നു, മുസ്ലിം മാത്രമല്ല. ആ മുഅ്മിൻ മാത്രമല്ല, അവർ മുത്തഖിയും മുഹിബ്ബും മുഹ്സിനും മുത്മഇന്നയുമായിട്ടാണ് അല്ലാഹുവിലേക്ക് എത്തിയത്. ഈ 5ാമത്തെ വരെ പറയണമെങ്കിൽ 5 ദിവസം നിന്ന് പ്രസംഗിക്കേണ്ടി വരും. ഇന്ന് തൽക്കാലം മുഅ്മിനിലെത്തി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി ഈ ദിവസമാണ് മരണപ്പെട്ടത്. അള്ളാഹു അവരുടെ പരലോക ജീവിതം ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്, അള്ളാഹു അവരുടെ പരലോക ജീവിതം ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. കോട്ടുമല വാപ്പു ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, പി മുഹമ്മദ് മുസ്ലിയാർ, കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ്, ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകളാണ്. അതിലേറ്റവും വേദനാജനകമായിരുന്നു കോട്ടുമല ഉസ്താദ് ഇറങ്ങിപ്പോയപ്പോൾ. ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവരുടെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ശംസുൽ ഉലമയാണെങ്കിലും കോയക്കുട്ടി ഉസ്താദാണെങ്കിലും കാളമ്പാടി ഉസ്താദൊക്കെ ആണെങ്കിലും അവരൊക്കെ ഒരു പുരുഷായുസിന്റെ സേവനം പൂർത്തിയാക്കി സന്തോഷത്തോടെയാണ് അവരുടെ മടക്കം, ഭാഗധേയം പൂർത്തിയാക്കി. പക്ഷെ കോട്ടുമല ഉസ്താദ് കുറെ കാലം കൂടി നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയ മുഹൂർത്തമായിരുന്നു നമ്മൾ അനുഭവിച്ചത്. കാരണം പുതിയ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രാചീനതയെയും ആധുനികതയെയും തുന്നിച്ചേർത്ത പ്രൗഢമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. മരണത്തിന് അകാലമെന്നൊരു സമയമില്ല, മരണത്തിന് സ്ഥലകാല ഭേദങ്ങളില്ല. പക്ഷെ എന്നാലും കുറച്ച് നേരത്തെ ആയിപ്പോയോ എന്ന് കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് തോന്നിപ്പോക്കുന്ന ഒരു ഇറങ്ങിപ്പോക്കായിരുന്നു അത്. അള്ളാഹുവേ, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒട്ടേറെ രോഗങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു, വേദന ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടൊന്ന് സമസ്തയുടെ 2 മേഖലാ യാതകൾ വന്നപ്പോൾ തൃശ്ശൂരിലേക്ക് തെക്കൻ വടക്കൻ മേഖല യാത വന്നപ്പോൾ ആറ്റൂരിൽ വിശ്രമിക്കുമ്പോൾ ഒരു ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷം ഒരു കൈക്കുടന്ന നിറയെ മരുന്ന് ഗുളികകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടിട്ടുണ്ട്. എനിക്കന്നാണ് ഇങ്ങനെ വേദികളിലൊക്കെ വളരെ പ്രൗഢമായി പ്രസംഗിക്കുക. 1.5 മണിക്കൂറൊക്കെയാണ് 85ാം വാർഷികത്തിന് സംസാരിച്ചത്. അപ്പം ഈ മനുഷ്യൻ്റെ കയ്യിൽ ഒരു കൈ നിറയെന്ന് പറഞ്ഞത് സത്യമാണ്, വെറുതെ ഒരു അലങ്കാര പ്രയോഗമല്ല. ഒരു 10-20 ഗുളിക ഒരേ നേരം. ഞാൻ ചോദിച്ചു, ഇത്ര അധികം ഗുളികളോ? അത് ഓരോന്നായി കഴിച്ചിട്ട് അദ്ദേഹം പറയാം, CH മുഹമ്മദ് കോയ പണ്ട് പറഞ്ഞൊരു വാക്ക് കടമെടുത്തിട്ടാണോ പറഞ്ഞത് എനിക്കറിയില്ല, ഫൈസി ഞാനൊക്കെ ജീവിക്കുന്നൊരു മയ്യത്താണ് നിന്നോട് പറഞ്ഞു. CH മുഹമ്മദ് കോയും പണ്ട് അങ്ങനെ പറഞ്ഞു.
ആ ഗുളിക കഴിച്ചു കഴിഞ്ഞപ്പോൾ മൂപ്പര് ഭയങ്കര ഉഷാറായും ചെയ്തു. അങ്ങനെ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ സ്വർഗത്തിൽ വലിയ പദവി നൽകണേ റബ്ബേ. മരണത്തിൻ്റെ അവസാനത്തെ വേളയിൽ ബോധോദയം ഇല്ലാത്തൊരവസ്ഥയിൽ വീട്ടുകാർ ഫോൺ ചെയ്തു, മഹാനായ സയ്യിദ് ജമലുല്ലൈലി തങ്ങളെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക സംഭവം. അദ്ദേഹം അവിടെ വന്നു, യാസീനോദി ഉറക്കെ യാസീനോദി 5 തവണ യാസീനോദി. 5ാമത്തെ യാസീൻ കഴിഞ്ഞപ്പോൾ ഉറക്കെ ഓതുമ്പോഴൊക്കെ കണ്ണിമ്മി കിടക്കുകയാണ്. വളരെ ക്രിറ്റിക്കൽ അവസ്ഥയിലാണ്. ജമലുല്ലൈലി തങ്ങൾക്ക് ആ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായി ഇത് അവസാനമാണ്. മഹാന്മാർക്കൊക്കെ ചില സൂചനകൾ കിട്ടുമല്ലോ. അപ്പൊ ചെവിയുടെ അടുത്ത് പോയി ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തപ്പോ വല്ലാഹി അതുവരെ ബോധമുള്ളിലുണ്ടോന്നറിയില്ല, പുറത്തുനിന്ന് നോക്കിയ ഒരാൾക്ക് ബോധമില്ലാതെ കിടക്കുന്ന കൊട്ടുമല്ല ബാപ്പു മുസ്ലിയാരുടെ താഴ്ഭാഗത്തെയും മുകൾ ഭാഗത്തെയും ചുണ്ടനങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചു. പിന്നെ അനങ്ങിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു. അല്ലാഹുവേ, ഞങ്ങൾക്ക് അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഒരുമിച്ച് കൂടി നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരിടം തരണേ തമ്പുരാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളെയും തലമുറകളെയും ദീനിന്റെ ഇസ്സത്ത് കാക്കുന്നവരാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരിമാർക്ക് നീ ഹിദായത്തിന്റെ പ്രകാശം നൽകണമേ. അല്ലാഹുവേ, ഇവിടെ മറവിട്ട് കിടക്കുന്ന യാഹൂ തങ്ങളുടെ മദദ് ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹുവേ, പരിശുദ്ധ പുണ്യനബിയുടെ സമീപത്ത് ചെല്ലാൻ ഭാഗ്യം നൽകണമേ. അല്ലാഹുവേ, ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം നൽകണമേ. അല്ലാഹുവേ, സിറിയയിലെ അലോപ്പായിലും മ്യാൻമറിലെ അറാക്കാനിലുമൊക്കെ വേദന അനുഭവിക്കുന്ന ഈ ഉമ്മത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ നീ സഹായിക്കണേ റബ്ബേ. ശത്രു സർപ്പങ്ങളുടെ പത്തി തകർത്ത് ഹിത്തീരിന്റെ മണ്ണിൽ കത്തിജ്വലിച്ച സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ, ഇറ്റാലിയൻ സേനക്ക് നേരെ ചീറ്റപ്പുലിയെ പോലെ ചീറിയെടുത്ത ഉമർ മുഖ്താറിനെ പോലെ അല്ലാഹുവേ, ഒരു രക്ഷകനെ നീ നൽകണേ തമ്പുരാനെ. UN മുകളിൽ അടയിരിക്കുന്ന സുൽത്താൻമാർക്ക് നീ ബോധോദയം കൊടുക്കണേ തമ്പുരാനെ. അറബ് രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഉമ്മത്തിനോടുള്ള പ്രതിബദ്ധത കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും മതമുള്ളവനും മതമില്ലാത്തവരും സ്നേഹത്തിലും ഐക്യത്തിലും കഴിയാനുള്ള സംവിധാനം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഹിദായത്തിന്റെ മഹാപ്രകാശത്തിലേക്ക് വഴി നടക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഫൈസലിന്റെ കുടുംബത്തിന് നീ നീതി കൊടുക്കണമേ തമ്പുരാനെ. ആരാണ് അക്രമികളെങ്കിൽ അവരെ നീ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഈ ജില്ലയിൽ ഒരുപാട് സ്നേഹവും സമാധാനവും നിലനിൽക്കുന്ന രാജ്യമാണ്. ആരാണ് ഈ സ്നേഹത്തെയും സമാധാനത്തെയും തകർക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെങ്കിൽ അവരെ നീ തകർത്ത് കളയണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി ദിവസങ്ങളായി ഓടി നടന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നേതൃത്വം നൽകിയ അഭിവന്ദനായ എൻ്റെ സുഹൃത്ത് ഹുദവി, ഇവിടുത്തെ മഹൽ ഭാരവാഹികൾ, എൻ്റെ സ്നേഹഭാജനങ്ങളായ SKSFിൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഈ മണിക്കൂറുകൾ മുഴുവൻ ഇവിടെ കാത്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വണ്ണമായ പ്രതിഫലം നീ ഞങ്ങൾക്ക് എഴുതണമേ തമ്പുരാനെ. എത്രയോ വേദികളിൽ ദുആ വസിയത്ത് ചെയ്ത 10,000 ഇങ്ങനെ ഒരു ആമീൻ അവർ പ്രതീക്ഷിച്ചിട്ടാണ്. അല്ലാഹുവേ, എനിക്കറിയില്ല പേരും ഊരും. മരിച്ചുപോയെങ്കിൽ സ്വർഗം കൊടുക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഖൈറായ ജീവിതം നൽകണേ തമ്പുരാനെ. ربنا تقبل منا إنك أنت السميع العليم بحق نبينا مصطفى محمد صلى الله عليه وسلم آمين يا أرحم الراحمين. മക്കത്തോദിച്ച നിലാവേ മദീനത്ത നവായ നൂറേ ചൊല്ലു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് തന്റെ കാനിയെ ആമീന ബിപേറ്റ മോനെ സല്ലല്ലാഹു
അമ്പേളേ തിങ്കൾ നിലാവോ അമ്പരത്തിനാകെ ഒളിവോ സല്ലല്ലാഹു അലാ മുഹമ്മദ് ആലത്തീനകെയും നേതാ ലോകത്തീനകെയും താജ സല്ലല്ലാഹു അലാ മുഹമ്മദ് പാരിജാതത്തിൻ്റെ പൂവേ പാതിരാവിൻ്റെ നിലാവേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.